2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഓർമ്മയില്ലേ? ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFനെ പരാജയപ്പെടുത്താൻ വേണ്ടി എത്ര തീവ്രമായിട്ടായിരുന്നു രണ്ടു കൂട്ടരും ശ്രമിച്ചത്. കോൺഗ്രസും UDFും BJPയും ഒരേ മനസ്സോടെയല്ലേ നീങ്ങിയത്. രാഹുൽ ഗാന്ധി ഈ അഖിലേന്ത്യാ നേതാവാണ്. പക്ഷേ സാധാരണ പ്രാദേശിക നേതാവിൻ്റെ, പ്രാദേശിക പ്രവർത്തകൻ്റെ കാര്യവിവരം പോലും ഇല്ല എന്നാണ് വസ്തുത. ഒരു കാര്യവും നേരെ ചൊവ്വേ മനസ്സിലാക്കാൻ തയ്യാറാകില്ല. പിന്നെ കണ്ടാലും കൊണ്ടാലും പഠിക്കും. അതൊന്നും രാഷ്ട്രീയ നേതാവിന് ചേർന്ന ഗുണമല്ല. രാഹുൽ ഗാന്ധിയെ കുറിച്ച് മോശമായി സംസാരിച്ചാൽ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഗുഡ് ബുക്ക് കയറും. മനസ്സിലായോ? നല്ല സർട്ടിഫിക്കറ്റ് കിട്ടും. അതിനുവേണ്ടി അവരുടെ മുന്നിൽ 90 ഡിഗ്രിയിൽ കുനിഞ്ഞാണ് ഈ മുഖ്യമന്ത്രി നിൽക്കുന്നത്. അമിത്ഷായും നരേന്ദ്രമോദിയും പറഞ്ഞാൽ ഏത് കടലാസിൽ ഒപ്പിട്ട് കൊടുക്കും. PM ശ്രീയിൽ ഒപ്പിട്ട് വന്നിട്ട് CPIക്കാര് അതിൽ ഒപ്പിടരുത് എന്ന് വാശി പിടിക്കുമ്പോൾ ഒപ്പിട്ട കാര്യം മറച്ചുവെച്ച് മന്ത്രിസഭാ യോഗത്തിൽ ഇരുന്ന കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. സ്വന്തം മന്ത്രിമാരെ പോലും കബളിപ്പിച്ചു. ഒപ്പിട്ടിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. ഇവർ ഒപ്പിടരുതെന്ന് വാശി പിടിക്കുമ്പോൾ ഒപ്പിട്ട കാര്യം മിണ്ടാതെ സ്വന്തം മന്ത്രിമാരുടെ കയ്യിൽ നിന്നും ഈ വിവരം മറച്ചുവെച്ച കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അപ്പൊ അവരെ സൂചിപ്പിക്കാനാണ് പറയുന്നത്. നമസ്കാരം. ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും കത്തുന്ന വിഷയമായി ഡീൽ മാറിക്കഴിഞ്ഞു. ഈ അജണ്ട സെറ്റ് ചെയ്തത് കോൺഗ്രസ് ആണ്. രാഹുൽ ഗാന്ധി തിരുവനന്തപുരത്ത് പുതുയുഗ യാത്രയിൽ പങ്കെടുക്കവെയാണ് CJP ആരോപണം ഉന്നയിച്ചത്. സ്ഥാനാർത്ഥി നിർണയത്തിന് പിന്നാലെ ഡീൽ ആരോപണവുമായി VD സതീശൻ. 10 മണ്ഡലങ്ങളിൽ ഡീൽ എന്ന ആരോപണം ഓരോ ദിവസവും കത്തിപ്പടരുമ്പോൾ കോഴിക്കോട്ടെ റാലിയിൽ ഇന്നലെ രാഹുൽ വീണ്ടും ആരോപണം ആവർത്തിച്ചു. CPM BJP ബന്ധം ആരോപിച്ച രാഹുൽ ഗാന്ധിക്കും ഡീൽ ആരോപണത്തിൽ VD സതീശനും മുഖ്യമന്ത്രി മറുപടി പറഞ്ഞതോടെ വിവാദം കത്തിപ്പടരുകയാണ്. രാഹുലിനെ പരിഹസിച്ചും ഗോൾവാൾക്കറിന്റെ ജന്മശതാബ്ദിയിൽ പങ്കെടുത്ത VD സതീശനെ കടന്നാക്രമിച്ചുമാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചതെങ്കിൽ RSSന്റെ പിന്തുണയിൽ മത്സരിച്ച് നിയമസഭയിലെത്തിയ MLA ആണ് പിണറായി എന്ന് പറഞ്ഞായിരുന്നു VD സതീശന്റെ മറുപടി. BJP ബന്ധത്തിൽ കൊണ്ടും കൊടുത്തും പിണറായിയും സതീശനും ഏറ്റുമുട്ടുമ്പോൾ നേട്ടം ആർക്കാണ്? BJP ബന്ധമാണോ ഈ തെരഞ്ഞെടുപ്പിനെ നിർണയിക്കുന്ന ഘടകം? പരിശോധിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചർച്ചയിൽ എനിക്കൊപ്പം ഡോക്ടർ ഗോപകുമാർ, രാഷ്ട്രതന്ത്ര വിദഗ്ധൻ, ശ്രീജിത്ത് പണിക്കർ, നിരീക്ഷകൻ, N ലാൽകുമാർ, ഇടത് സഹയാത്രികൻ, VR അനൂപ്, കോൺഗ്രസ് പ്രതിനിധി എന്നിവരാണ് പങ്കെടുക്കുന്നത്. ആദ്യം ഡോക്ടർ ഗോപകുമാർ. 10 വർഷം ഭരണത്തിലിരുന്ന LDFും 10 വർഷം പ്രതിപക്ഷത്തിരുന്ന UDFും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഈ സമയം ചർച്ചയാകേണ്ടുന്ന വിഷയം 77-ലെ BJP ബന്ധവും 2006-ലെ പരവൂരിൽ VD സതീശനെ ജയിപ്പിച്ചത് ആര് എന്ന കാര്യവുമാണോ? ഒരിക്കലുമല്ല. എത്രയോ നല്ല വിഷയങ്ങൾ കിടക്കുന്നു. 10 വർഷം ഭരിച്ചൊരു ഗവൺമെൻറ്റിനെ വിലയിരുത്താൻ പറ്റിയൊരവസരമാണ്. നിർഭാഗ്യവശാൽ പ്രകടന പത്രികകൾ തയ്യാറായിട്ടില്ല. ഇനി അത് അവതരിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ വിഷയത്തിന് ഒരു ദാരിദ്ര്യവുമില്ല. തൊഴിലില്ലായ്മ പ്രശ്നമുണ്ട്, വിലക്കയറ്റം പ്രശ്നമുണ്ട്, അഴിമതി പ്രശ്നമുണ്ട്, പ്രവാസികളുടെ ജീവിതം പ്രശ്നമുണ്ട്, പിന്നെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട, ശബരിമലയുമായി ബന്ധപ്പെട്ട അഴിമതിയുടെ പ്രശ്നമുണ്ട്. ഭാവിയിലേക്കുള്ള ഭരണത്തിൻ്റെ രീതിയെക്കുറിച്ച് ചർച്ച ചെയ്യാം, വികസനത്തെക്കുറിച്ച് ചെയ്യാം, അടിസ്ഥാന വികസനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാം. എന്തോരം വിഷയങ്ങളുണ്ട്. അതെല്ലാം മാറി ഇങ്ങനെ ഒരു വിഷയത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് രണ്ടു കൂട്ടരും, അത് ആദ്യം വെടിപൊട്ടിച്ചത് UDFിൻ്റെ ഭാഗത്ത് നിന്നാണെങ്കിൽ LDF അതിന് മറുപടി കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പിന്നിലൊരു ഉദ്ദേശമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു വാസ്തവത്തിൽ. കാരണം അങ്ങനെ RSSനെയും BJPയുമായിട്ട് ഡീലുണ്ട് എന്ന് LDFനെ ആക്ഷേപിക്കുമ്പോൾ അത് ഗുണം കിട്ടുന്നത് UDFന് ഒരു പക്ഷേ ന്യൂനപക്ഷ വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണോ? മറിച്ച് LDF ഇതിന് മറുപടി പറയുമ്പോൾ പരമ്പരാഗതമായി കോൺഗ്രസും RSSും തമ്മിൽ ബന്ധമുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുമ്പോൾ LDFന് തിരിച്ചു ഗുണം കിട്ടുമോ? വാസ്തവത്തിൽ രണ്ടുപേരും ഒരർത്ഥത്തിൽ സെൽഫ് ഗോളാണ് അടിക്കുന്നത്. ഇത് ഡീലുണ്ട് എന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഡീലുണ്ട് എന്ന് ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതേസമയം വളരെ മൈക്രോ ആയിട്ട് 1-2 മണ്ഡലങ്ങളിലോ വല്ലതും നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാനും കഴിയുന്നില്ല. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഡീൽ വിഷയം യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് മാറിപ്പോവുകയാണെന്നുള്ള ഒരു
വിമർശനമാണ് എനിക്കുള്ളത്. ഇലക്ഷന് സംസാരിക്കേണ്ട വിഷയം ഇതല്ല. ഡീലുണ്ടെങ്കിൽ അത് ജനങ്ങൾ അതിനുള്ള മറുപടി കൊടുത്തോളും. പക്ഷെ അതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അതുവഴി വ്യക്തിപരമായ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും നടത്തുമ്പോൾ യഥാർത്ഥത്തിലുള്ള തിരഞ്ഞെടുപ്പിൻ്റെ വിഷയങ്ങൾ അപ്രസക്തമാകുന്നു. ആ നിലയ്ക്ക് അത് അനാരോഗ്യപരമായ പ്രവണതയാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. തീർച്ചയായും ശ്രീ വി ആർ അനൂപ്, ഇത് അനാരോഗ്യകരമായ പ്രവണത എന്ന് പറയുമ്പോൾ ആരാണ് ഇത് തുടങ്ങി വെച്ചത് എന്നൊരു ചോദ്യമുണ്ട്. രാഹുൽ ഗാന്ധി പുതുയുഗയാത്രയുടെ സമാപന ദിവസം CJP ആരോപണം ഉന്നയിക്കുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം 10 മണ്ഡലങ്ങളിൽ ഡീൽ എന്ന ആരോപണം ഉന്നയിക്കുന്നത് VD സതീശനാണ്. UDF സെറ്റ് ചെയ്ത അജണ്ടയിൽ ഇപ്പോൾ CPM വീണു പോകുന്നതും മറുപടി പറയുന്നതുമാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് നിങ്ങളുടെ തന്ത്രമാണോ ഈ തെരഞ്ഞെടുപ്പിൽ? അത് തന്ത്രം എന്നതിലുപരി ഇത് വസ്തുതയാണല്ലേ. ഡീൽ എന്ന് പറയുന്നത് കേവലം ഒരു ഭാവനയല്ലല്ലോ. കേരളത്തെ സംബന്ധിച്ച് ഗ്രൗണ്ടിൽ പോകുന്ന മാധ്യമ പ്രവർത്തകർക്കടക്കം ലഭ്യമാവുന്ന വിവരങ്ങൾ ഇപ്പൊ കൊടുക്കുന്നല്ലോ. BJPയെ സംബന്ധിച്ച് ഒരു A ക്ലാസ് മണ്ഡലം എന്ന് അവർ എത്രയോ കാലങ്ങളായി കണക്കൂട്ടിയതൊരു മണ്ഡലം. അവിടെ അവരുടെ സീനിയർ നേതാവായ അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ ആദ്യഘട്ട പ്രചരണം നടത്തുന്നു. അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കുന്നു. പെട്ടെന്ന് ആ മണ്ഡലം കൊടുക്കപ്പെടുന്നത് ആർക്കാണ്? ആ മണ്ഡലത്തിൽ ഇന്ന് വരെ യാതൊരു തരത്തിലുള്ള അടിത്തറയുമില്ലാത്ത, ഒരു പൊളിറ്റിക്കൽ ബേസ് ഇല്ലാത്ത 2020 എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്കാണ്. അപ്പൊ അവിടെ അവരുടെ രാഷ്ട്രീയ വോട്ടുകൾ, BJPക്കുള്ള അനുഭാവി വോട്ടുകൾ ആർക്ക് പോൾ ചെയ്യപ്പെടും? വളരെ കൃത്യമായ ഒരു പൊളിറ്റിക്കൽ മെസ്സേജ് അല്ലേ. ഞാൻ കൊടുങ്ങല്ലൂർ എന്ന് പറഞ്ഞത് ഒരു ഉദാഹരണം മാത്രമാണ്. കേരളത്തിലുടനീളം ഇത്തരം നിയോജക മണ്ഡലങ്ങളിൽ യാതൊരു രാഷ്ട്രീയ അടിത്തറയും ഇല്ലാത്ത 2020 പോലുള്ള 300 ചില്ലറ സീറ്റുകളിൽ മത്സരിച്ച് 4 സീറ്റുകളിൽ മാത്രം വിജയിച്ച BJDS പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ അവസരം കൊടുക്കുന്നുണ്ടേ. ഈ രാഷ്ട്രീയം അറിയുന്ന, നിരീക്ഷിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അതിലൊരു പ്രാഥമികമായ ധാരണയെങ്കിലുള്ള ആളുകളെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ കഴിയും. അത് തീർച്ചയായും CPMന്, BJPയുടെ രാഷ്ട്രീയ വോട്ടുകൾ അവർ വിചാരിക്കുന്ന രാഷ്ട്രീയ കക്ഷിക്ക് പോൾ ചെയ്യാനുള്ള ഒരു നിലമൊരുക്കലാണ്. അത് കേരളത്തിൽ യഥാർത്ഥത്തിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ശ്രീ വി ആർ അനൂപ്, ഈ കാര്യങ്ങൾ നേരത്തെ തന്നെ നിങ്ങൾ പറയുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് തന്നെ 10 മണ്ഡലങ്ങൾ, അതിൽ ഏതാണ്ട് 7ഓളം മണ്ഡലങ്ങളുടെ പേരെടുത്ത് തന്നെ ഈ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. നോക്കൂ, 2020 ഈ തെരഞ്ഞെടുപ്പിലാണ് BJPയുടെ ഘടകകക്ഷിയായി വരുന്നത്. ഘടകകക്ഷികൾക്ക് സീറ്റ് അനുവദിക്കുക എന്നത് ഒരു മുന്നണിയിൽ സാധാരണയായി എല്ലാവരും ചെയ്യുന്നതാണ്, നിങ്ങളും ചെയ്യുന്നതാണ്, UDFനും LDFലും ഒക്കെ നടക്കുന്നതാണ്. അപ്പോൾ പുതിയ ഒരു ഘടകകക്ഷിയെ ഉൾപ്പെടുത്തുമ്പോൾ അതിൻ്റെതായ സീറ്റ് വിഭജന തന്ത്രങ്ങൾ അവിടെ ഉണ്ടാകാം. അതിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആരോപണം ഉണ്ട്, അത് നിങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ മുഖ്യ വിഷയം അതാക്കി നിലനിർത്തുക, ദിവസവും ഈ വാക്പോരിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക, അങ്ങനെ മാധ്യമത്തിന്റെ മുഴുവൻ ശ്രദ്ധയും അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ഒരു അജണ്ടയാണ്. നിങ്ങൾക്ക് മറ്റൊന്നും പറയാനില്ലാത്തത് കൊണ്ട് ഈ വിഷയം ഉന്നയിക്കുന്നു എന്നതാണ് ഉയരുന്ന ഒരാരോപണം. മറ്റൊന്ന്, നിങ്ങൾക്ക് തന്നെ ആത്മവിശ്വാസക്കേടുണ്ടായിട്ടുണ്ട്. അതായത് 110 സീറ്റും വിജയിച്ച്, അല്ലെങ്കിൽ 100-ലധികം സീറ്റ് വിജയിച്ച് അധികാരത്തിലെത്തുമെന്ന് പറഞ്ഞവർ വനവാസത്തിന് പോകും എന്ന് വെല്ലുവിളിച്ചവർക്ക് ആ ആത്മവിശ്വാസം ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ ഡീൽ ആരോപണം ഉന്നയിക്കുന്നു, അത് ആവർത്തിച്ചുന്നയിക്കുന്നു, മുഖ്യമന്ത്രിയിലേക്ക് കേന്ദ്രീകരിച്ച ആരോപണം ഉന്നയിക്കുന്നു എന്ന് കണ്ടു നിൽക്കുന്നവർക്ക് സംശയം തോന്നും. അല്ല, അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. ഞങ്ങൾ മറ്റു വിഷയങ്ങൾ പറയാതിരിക്കുന്നില്ലല്ലോ. മറ്റു വിഷയങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട്. പക്ഷെ അതേ അർത്ഥത്തിൽ തന്നെ ഇവിടെ നടക്കുന്ന ഇത്തരം ഒരു ഡീലിനെ കുറിച്ച് സംസാരിച്ചാൽ ഞങ്ങൾക്ക് മറ്റു വിഷയങ്ങൾ സംസാരിക്കാനില്ലാത്തത് കൊണ്ടാണെന്നുള്ള ആദ്യവായനയിൽ എന്താ അർത്ഥമാണുള്ളത്? ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ആദ്യമായി പറയുന്ന വിഷയമല്ലോ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മുതൽ ഞങ്ങൾ ഇത്തരം ഒരു അവിശുദ്ധ ബാന്ധവത്തെ കുറിച്ച് നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യങ്ങൾ പ്രബലപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ നമ്മുടെ മുന്നിലിരിക്കുമ്പോൾ ഞങ്ങൾ അതേക്കുറിച്ച് സംസാരിക്കാതിരിക്കണം. ഇവിടെ വളരെ കൃത്യമായി എന്തെങ്കിലും പറഞ്ഞു പോവുകയല്ലോ. താങ്കൾ പറഞ്ഞു മുന്നണി രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ഘടകകക്ഷികൾക്ക് സീറ്റുകൾ കൊടുക്കാറുണ്ട്. പക്ഷെ BJPയെ സംബന്ധിച്ച് BJPക്ക് ഏറ്റവും ശക്തമായ അടിത്തറയുള്ള അവിടെയാണ് അതിന്റെ ഊന്നൽ. ഏറ്റവും അവർ A ക്ലാസ് മണ്ഡലങ്ങളിൽ നിന്ന് എത്രയോ കാലം മുമ്പ് വിലയിരുത്തിയ BJPക്ക് ഈ പറയുന്ന വിസിബിലിറ്റിയോ ഈ പറയുന്ന ഇന്നുള്ള സ്വാധീനമോ ഇല്ലാത്ത ഘട്ടത്തിൽ പോലും അവർ A ക്ലാസ് മണ്ഡലങ്ങളെന്ന് വിലയിരുത്തിയ ഇടങ്ങളിൽ പോലും
അവർ ഈ പറയുന്ന ഘടകകക്ഷികൾക്ക് സീറ്റ് കൊടുത്തുകൊണ്ട് രാഷ്ട്രീയമായ ഒരു പിന്മാറ്റം നടത്തിയിരിക്കുന്നു. അതിനെയാണ് ഞങ്ങൾ ഇപ്പോൾ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഈ കൊടുക്കൽ വാങ്ങലുകൾ അല്ലെങ്കിൽ ഡീൽ ഇന്നത്തെ കാലത്ത് അങ്ങനെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങൾ ഒരു ഡീലിൽ ഏർപ്പെട്ടുകൊണ്ട് ആ നിലയിൽ ഫലത്തെ നിർണ്ണയിക്കുക എന്നത് സാധ്യമാകുമോ എന്നൊരു സംശയമുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ തന്നെയാണ് എങ്കിലും അത് നിങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിനപ്പുറം രാഹുൽ ഗാന്ധിയെ പോലെ ഒരു വ്യക്തി വീഡിയോ കോൺഫറൻസിംഗ് വഴി ഒരു സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ വരെ CJP ആരോപണം വീണ്ടും ശക്തമായി ഉന്നയിക്കുകയാണ്. എന്തുകൊണ്ട് അന്വേഷണ ഏജൻസികൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ വേട്ടയാടുന്നില്ല അല്ലെങ്കിൽ ലക്ഷ്യമിടുന്നില്ല എന്നൊരു ചോദ്യം ഉന്നയിക്കുകയാണ്. ഞാൻ 5 മണിക്കൂർ EDയുടെ മുന്നിൽ ഇരുന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല എന്ന് ചോദിക്കുകയാണ്. ദേശീയ തലത്തിൽ ഈ അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ ഒന്നിച്ചു നിൽക്കുന്ന, ഒരേ അഭിപ്രായം പറയുന്ന, ഒരു കുടക്കീഴിൽ അണിനിരക്കുന്ന 2 പാർട്ടികളാണ് കേരളത്തിലെ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ രംഗത്ത് ഈ രീതിയിൽ ഏർപ്പെടുന്നതെന്നും അവർ വാഗ്വാദത്തിൽ ഏർപ്പെടുന്നതെന്നും മനസ്സിലാകാത്ത ആളുകളല്ലല്ലോ കേരളത്തിലുള്ളത്. അപ്പോൾ രാഹുൽ ഗാന്ധിക്കെങ്കിലും അതിൽ നിന്ന് വിട്ടുനിൽക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് എങ്ങനെ കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾ വിശദീകരിക്കും, മനസ്സിലാക്കിക്കും ഈ ഒരു വൈരുദ്ധ്യം? രാഹുൽ ഗാന്ധി പറഞ്ഞത് രാഷ്ട്രീയ ആരോപണമല്ലല്ലോ, യാഥാർത്ഥ്യമല്ലേ. ഇപ്പോ ED എന്ന് പറയുന്നത് BJPയുടെ രാഷ്ട്രീയ ആയുധമായി പ്രവർത്തിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ്. നിരന്തരം ഇപ്പോ ശിവകുമാറിനെ പോലെ നമുക്ക് ഇപ്പോഴത്തെ സംസ്ഥാനത്ത് DK ശിവകുമാറിനെ പോലെ നേതാവ് അദ്ദേഹം ജയിലിൽ കിടന്ന് നമുക്കറിയാം. അതുപോലെ നിരന്തരമായി കോൺഗ്രസിനെ തന്നെ രാഷ്ട്രീയ പ്രതിയോഗികൾ എന്നുള്ള നിലയ്ക്ക് BJP കാണുകയും അതിന്റെ ഒരു പറ്റ നേതാക്കൾ ആ അർത്ഥത്തിൽ ED വേട്ടയാടുകയും ചെയ്യുമ്പോൾ കേരളത്തിൽ CPM പ്രതിസ്ഥാനത്ത് വരുന്ന, പിണറായി വിജയൻ പ്രതിസ്ഥാനത്ത് വരുന്ന കേസുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുക്കുന്ന സമീപനം വളരെ വ്യത്യസ്തമല്ലേ. അത് ഒരിക്കലും ED LDFന്റെ കാര്യത്തിൽ വളയ്ക്കുക മാത്രം, പൊടിക്കുകയില്ല എന്നുള്ള സമീപനമാണ് എടുക്കുന്നത്. കരുവന്നൂർ ബാങ്ക് കേസ് വളരെ പ്രമാദമായി വരികയും ആ അർത്ഥത്തിലൊരു വളരെ മുൻപോട്ട് പോവുകയും ചെയ്ത കേസുകൾ ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നീട് എന്താണ് സംഭവിക്കുന്നത് എന്ന് അതിനെ നിരീക്ഷിക്കുന്ന ആളുകൾക്കറിയാം. ഇത്തരം കേസുകൾ പൊളിറ്റിക്കൽ ഡീലുകളാകുന്നതിനുള്ള ഈ കേസുകളെ മുൻനിർത്തി വിലപേശൽ നടത്തുന്നതിനുള്ള രാഷ്ട്രീയ അധാർമികത തന്നെയാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചത്. അതിനകത്ത് ഒരു സംശയവുമില്ല. അത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അത് രാഹുൽ ഗാന്ധിയെ കൊണ്ട് ഒരാൾക്ക് നിരന്തരം സംഘപരിവാറിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പ്രതിസ്ഥാനത്ത് അവർ നിർത്തുന്ന ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക് രാഹുൽ ഗാന്ധിക്ക് അത് പറയാനുള്ള അവകാശം ഉണ്ടെന്നേ. ഒത്തുതീർപ്പുകളില്ലാതെ സംഘപരിവാറുമായി മുന്നോട്ട് പോകുന്ന ഒരാളെന്നുള്ള നിലയ്ക്കുള്ള ആർജവത്തോടെ, ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത്. രാഷ്ട്രീയ അധാർമികത ആ രീതിയിൽ കാണിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുമായി ദേശീയ തലത്തിൽ എങ്ങനെ ഒരു ഐക്യപ്പെടൽ അപ്പോൾ സാധ്യമാകുമെന്നൊരു ചോദ്യമില്ലേ ശ്രീ അനൂപ്? അല്ല, ഇത് ഞങ്ങൾ ഇതിനെ CPM എന്ന പാർട്ടി എടുക്കുന്ന രാഷ്ട്രീയ സമീപനം എന്നതിനേക്കാൾ CPM-നകത്ത് തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുടെ നേതാക്കന്മാരില്ല. ഇത് പിണറായി വിജയന്റെ കാര്യത്തിൽ CPM-ന് അതിന്റെ രാഷ്ട്രീയം അടിയറവ് വെക്കേണ്ടി വരുന്നത് നിസ്സഹായ അവസ്ഥയെക്കുറിച്ച് നിരന്തരം ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നേ. ഇപ്പോ പല തീരുമാനങ്ങളും എടുക്കുമ്പോഴും അത് CPM എന്ന പാർട്ടി പിണറായി വിജയനിലേക്ക് ചെല്ലേണ്ടി വരികയും പിണറായി വിജയന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് അതിന്റെ ദേശീയ താല്പര്യങ്ങൾ ബലി കഴിക്കേണ്ടി വരികയും ചെയ്യുന്ന നിസ്സഹായതയെ കുറിച്ച് തന്നെയാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അത് CPM-ന് എതിരെ ആകമാനം എന്നതിനേക്കാൾ പിണറായി വിജയൻ എങ്ങനെയാണ് ഈ പാർട്ടിയെ ബാധിക്കുന്നത് എന്നുള്ള വളരെ കൃത്യമായ വിലയിരുത്തലാണ്. ശരി, അപ്പോൾ പിണറായിയെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ് ഈ ആക്രമണം എന്നതാണ് അനൂപ് പറഞ്ഞു നിർത്തുന്നത്. ശ്രീജിത്ത് പണിക്കർ, കേരളത്തിലെ ജനങ്ങൾ വളരെ പ്രബുദ്ധരാണ് എന്നതാണ് നമ്മൾ പൊതുവെ കരുതപ്പെടുന്നത്. അത് നമുക്ക് തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ കാണാനും കഴിയും. അവർക്ക് മുന്നിലാണ് ഈ BJP ബാന്ധവം ആരോപിച്ചുകൊണ്ടുള്ള LDF-ന്റെയും UDF-ന്റെയും വലിയ ഏറ്റുമുട്ടൽ നടക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിനെ നിർണ്ണയിക്കുന്ന ഘടകമായി ഈ വിഷയം മാറുന്ന സാഹചര്യമാണോ ഇപ്പോഴുള്ളത്? രേണുക, അതങ്ങനെ മാറുകയാണ് എങ്കിൽ അത് CPM-നോ കോൺഗ്രസിനോ ഗുണമായിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഡീലൊക്കെ ആരോപിക്കാവുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ അത് ആരോപിക്കുകയും ചെയ്തതാണ്. പക്ഷെ അതിനെ ഈ തെരഞ്ഞെടുപ്പിന്റെ സെൻട്രൽ സബ്ജക്റ്റായിട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നത് സത്യത്തിൽ കേരളത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരോട് കോൺഗ്രസ് കൊഞ്ഞനം കൊത്തുന്നതിന് തുല്യമാണ്. കാരണം ഇവിടെ സർക്കാരിൻ്റെ ഭരണപരാജയത്തിനെക്കുറിച്ചോ സർക്കാരിൻ്റെ ലക്ഷ്യമില്ലായ്മയെക്കുറിച്ചോ ധൂർത്തിനെക്കുറിച്ചോ അഴിമതിയെക്കുറിച്ചോ ഒക്കെ പറയാനുള്ള നൂറുകണക്കിന് ടോപ്പിക്കുകൾ വേറെ ഉള്ളപ്പോൾ ഈ ഒരു കാര്യത്തിലേക്ക് മാത്രമായിട്ട് കോൺഗ്രസ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ചുരുങ്ങിയിരിക്കുകയാണ് എന്നുള്ളതാണ് ഒരു വസ്തുത.
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് കോൺഗ്രസ് വീണ്ടും തുടർച്ചയായിട്ട് കഴിക്കുന്നു എന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രതീതിയാണ് സത്യത്തിൽ ഇവിടെ ഒരു ആവറേജ് വോട്ടർക്ക് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഡീൽ എന്ന് പറഞ്ഞിട്ട് പ്രധാനമായിട്ട് ആരോപണം ഉന്നയിക്കുന്നത് എവിടെയാണ്? 2020 കിട്ടിയിരിക്കുന്ന സീറ്റുകളെ കുറിച്ചാണ്. അപ്പോൾ 2020 നിശ്ചയമായിട്ടും അവർ BJPയുടെ ഒരു സഖ്യകക്ഷിയായിട്ട് വരുന്ന സമയത്ത്, NDAയിലുള്ള സമയത്ത്, അവർ സീറ്റിന്റെ നെഗോസിയേഷൻ വരുന്ന സമയത്ത് നിശ്ചയമായിട്ടും ചോദിക്കുക, അതിപ്പോൾ ഏതൊരു പാർട്ടിയാണെങ്കിലും ചോദിക്കുക, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ചില മണ്ഡലങ്ങൾ ഞങ്ങൾക്ക് വേണം എന്ന് പറയുക, അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. അതല്ലാതെ ഒരു തരത്തിലും രക്ഷപ്പെടാത്ത 10,000-10,000 വോട്ട് മാത്രം കിട്ടുന്ന മണ്ഡലങ്ങൾ മാത്രമേ നിങ്ങൾക്ക് തരികയുള്ളൂ എന്ന് ഒരു സഖ്യകക്ഷിയോട് പറയാനും കഴിയില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? BJPയെ സംബന്ധിച്ചിടത്തോളം 30,000-35,000 വോട്ട് അവർക്ക് കിട്ടുന്ന A ക്ലാസ് മണ്ഡലങ്ങൾ എന്ന് അവർ പരിഗണിക്കുന്ന ചില മണ്ഡലങ്ങളൊക്കെ തന്നെ ഈ സഖ്യകക്ഷികൾക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിൽ 2020 കൊടുക്കേണ്ടി വരും, BDJSന് കൊടുക്കേണ്ടി വരും. പക്ഷേ ഇവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം, BJPയുടെ രാഷ്ട്രീയ നേതാക്കളെല്ലാം തന്നെ രാഷ്ട്രീയ പ്രവർത്തനം, പൊതുപ്രവർത്തനം ഒക്കെ നടത്തുന്നവരും 2020യുടെ ആൾക്കാരെ പൊതുവെ ആ രീതിയിലത്തേക്ക് നമ്മൾ ആരും അറിയുന്നില്ല എന്നുള്ളതുമാണ്. കാരണം അവരൊക്കെ മറ്റു മേഖലകളിലുള്ള ആൾക്കാരാണ്. അതുകൊണ്ടാണ് ആ രീതിയിലത്തേക്കുള്ള ആരോപണം ഉണ്ടാകുന്നത്. ഉദാഹരണത്തിന് തൃപ്പൂണിത്തുറ എന്നുള്ള ഒരു സീറ്റ് വളരെ ഓർഗാനിക്കായിട്ട് BJPക്ക് വളർച്ചയുള്ള, കൊടുങ്ങല്ലൂരിനേക്കാൾ വളർച്ചയുള്ള, ഇത്തവണ മുനിസിപ്പാലിറ്റി വരെ പിടിച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് BJPയുടെ ഒരു സ്ഥാനാർത്ഥിയാണ് സത്യത്തിൽ അവിടെ മത്സരിക്കേണ്ടിയിരുന്നത്. പക്ഷെ അവരുണ്ടാക്കിയിരിക്കുന്ന മുന്നണി ധാരണ അനുസരിച്ച് ചില A ക്ലാസ് മണ്ഡലങ്ങൾ 2020 കൊടുക്കുന്ന സമയത്ത് അതിൽ ഉൾപ്പെട്ട മണ്ഡലമായി പോയി തൃപ്പൂണിത്തുറ എന്നുള്ളതാണ്. അത് BJP കുറച്ചുകൂടി കോഷ്യസ് ആകേണ്ടതായിരുന്നു. അതല്ലാതെ തോക്കുന്ന സീറ്റുകൾ മാത്രം നിങ്ങൾക്ക് തരാം, അല്ലെങ്കിൽ ഒരു മത്സര സാധ്യത ഇല്ലാത്ത സീറ്റുകൾ മാത്രം നിങ്ങൾക്ക് തരാമെന്ന് BDJSനോടോ അല്ലെങ്കിൽ 2020യോടോ ഏറ്റവും വലിയ സഖ്യകക്ഷിയായിട്ടുള്ള, സഖ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയായിട്ടുള്ള BJPക്ക് പറയാൻ കഴിയില്ല. കാരണം മറ്റുള്ള ആൾക്കാരും തെരഞ്ഞെടുപ്പിൽ ഒന്ന് മത്സരിച്ച് നോക്കാമെന്ന ഉദ്ദേശത്തിൽ തന്നെയാണല്ലോ മത്സരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഡീൽ എന്ന് പറയുന്ന ഒരു ആരോപണത്തിനെ ഇങ്ങനെയുള്ള ചില സീറ്റുകളുടെ അടിസ്ഥാനത്തിൽ ഇത്രമേൽ വലിയ ചർച്ചയാക്കേണ്ടുന്ന ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ VD സതീശന്റെ ഗോൾവൽക്കർ അനുസ്മരണത്തിനെ കുറിച്ച് ആരാണ് പറഞ്ഞിരിക്കുന്നത്? മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തന്നെയാണ്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയത് ഈ പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഈ ഒരു ചർച്ചയാണ്. അതല്ലാതെ അത് കേവലം 1-2 ദിവസം മാത്രം 1-2 നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് മാത്രം ഉണ്ടായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് സബ്ജക്ട് എന്ന രീതിയിൽ അല്ലായിരുന്നു അത് വരുന്നത് എങ്കിൽ ഒരുപക്ഷെ ശ്രീ പിണറായി വിജയന്റെ ആ പോസ്റ്റ് ഉണ്ടാവുമായിരുന്നില്ല. നമ്മൾ നോക്കിയാൽ ഈ ഡീൽ എന്ന് പറയുന്ന ആരോപണം ആദ്യം ശ്രീ VD സതീശനും ശ്രീ KC വേണുഗോപാലും ഒക്കെ പറഞ്ഞ് അതവിടെ നിലനിർത്തിയിരുന്ന സമയത്ത് പോലും മുഖ്യമന്ത്രി അതിൽ ഈ തരത്തിൽ പ്രതികരിച്ചിരുന്നില്ല. സത്യത്തിൽ ഏതെങ്കിലും പാർട്ടികൾ തമ്മിൽ, കേരളത്തിലുള്ള ഏതെങ്കിലും പാർട്ടികൾ തമ്മിൽ ഒരു ഡീൽ ഉണ്ട് എങ്കിൽ അത് കോൺഗ്രസും CPM-ഉം തമ്മിലാണ്. അത് കേരളത്തിന്റെ അതിർത്തിക്ക് പുറത്താണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വളരെ ഓപ്പൺ ആയിട്ടുള്ള ബാന്ധവമാണ്. ഇപ്പോൾ ശ്രീ രാഹുൽ ഗാന്ധി ഇത്തരത്തിലുള്ള ഒരു ഡീലിനെ പറ്റി പറയുന്നു. കോൺഗ്രസിലുള്ള ആൾക്കാരൊക്കെ തന്നെ പറയുന്നത് പോലെയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി എന്നുള്ള CJP എന്ന് പറയുന്ന ഒരു അജണ്ട ശ്രീ രാഹുൽ ഗാന്ധി തന്നെ മുന്നോട്ട് വെക്കുന്നു. രാഹുൽ ഗാന്ധിക്ക് എങ്ങനെയാണ് അതിന് കഴിയുക? കാരണം കേരളത്തിൽ മാത്രം തട്ടകമായി പ്രവർത്തിക്കുന്ന ഒരു നേതാവിന് അത് പറയാം. പക്ഷേ ശ്രീ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും ശ്രീ സീതാറാം യെച്ചൂരിയുടെയും D രാജയുടെയും ഒക്കെ കൈകോർത്ത് നിൽക്കുന്ന ചിത്രങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഈ കേരളത്തിന് ഉള്ളിൽ ഒരു CPM, കേരളത്തിന് പുറത്ത് വേറൊരു CPM എന്ന രീതിയിലത്തേക്ക് ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ഒരു ബന്ധത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു കേന്ദ്ര നേതാവ്, പ്രത്യേകിച്ച് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ഒരു നേതാവ് അത് പറയുക എന്ന് പറയുന്നത് അനഭിലഷണീയമാണ്. അങ്ങനെയെങ്കിൽ എനിക്ക് കോൺഗ്രസിനോട് ചോദിക്കാനുള്ള, ശ്രീ രാഹുൽ ഗാന്ധിയോട് ചോദിക്കാനുള്ള ഒരൊറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ. സംഘപരിവാറുമായി ഒളിഞ്ഞും തെളിഞ്ഞും ബന്ധമുള്ള CPM-ഉമായി ഇന്ത്യ സഖ്യത്തിൽ നിങ്ങൾ എന്തിനാണ് യോജിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ സഖ്യത്തിൽ CPM വേണ്ട എന്ന് നിങ്ങളൊരു നിലപാട് പറയാത്തത് എന്താണ്? CPI-യും CPM-ഉം നമുക്ക് വേണ്ട എന്ന് പറയണം. കാരണം രാഹുൽ ഗാന്ധിക്ക് പോലും ആ തരത്തിലുള്ള ഒരു ആക്ഷേപമുള്ള സ്ഥിതിക്ക് അതുണ്ടാകണം. ഇനി പ്രാദേശികമായിട്ടുള്ള ഒരു നീക്കുപോക്കാണ്, പ്രാദേശികമായിട്ട് മാത്രമാണ് ഞങ്ങൾ വ്യത്യസ്തമായിട്ട് മത്സരിക്കുന്നത് എന്ന് മറ്റുള്ള ആൾക്കാർ പറയുകയാണെങ്കിൽ ഈ ആരോപണം രാഹുൽ ഗാന്ധി ഏറ്റെടുക്കേണ്ടത് ആവശ്യമുണ്ടായിരുന്നില്ല. സത്യത്തിൽ ഇവിടെ കോൺഗ്രസിന്റെ ആരോപണം കേട്ടാൽ തോന്നുക ഇപ്പോൾ 2020 കൊടുത്തിരിക്കുന്ന സീറ്റുകളൊക്കെ സ്ഥിരമായിട്ട് BJP ജയിക്കുന്ന മണ്ഡലങ്ങളാണെന്ന് തോന്നിപ്പോകും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 30,000-ഓ 35,000-ഓ വോട്ടുള്ള മണ്ഡലങ്ങളെയാണ് അവർ സാധാരണ A ക്ലാസ് മണ്ഡലങ്ങൾ എന്ന് പറയുന്നത്. അതിലുള്ള ചില മണ്ഡലങ്ങൾ മറ്റൊരു പാർട്ടിക്ക് കൊടുത്തു എന്നതിന്റെ അടിസ്ഥാനത്തിൽ അതിനെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയമാക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ എത്രയോ ചർച്ച ചെയ്യപ്പെടേണ്ടിയിരുന്ന വിഷയങ്ങൾ, ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ട്, പോലീസിംഗുമായി ബന്ധപ്പെട്ട്, റോഡ് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് എത്രയോ വിഷയങ്ങളുണ്ടായിരുന്നു. ആ വിഷയങ്ങളെ മുഴുവൻ ഇത് എടുത്തുകൊണ്ട് പോയിട്ട് ഇവിടെ നാട്ടുകാരുടെ അടുത്ത് ഞങ്ങൾ BJPയെ പ്രതിരോധിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കുക. നിയമസഭയിൽ 0 സീറ്റുള്ള ഒരു കക്ഷിയെ പ്രതിരോധിക്കുന്നതിനെ കുറിച്ചാണ് 2 പ്രധാനപ്പെട്ട ഭരണം നോക്കുന്ന പാർട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കുന്നത്. നീ അവന്റെ കൂടെ അല്ലേ, അവൻ നിന്റെ കൂടെ അല്ലേ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുകയാണ്. കേരളത്തിലെ ഒരു പ്രബല കക്ഷിയായിട്ട് നിയമസഭയിൽ വന്നിട്ടില്ലാത്ത ഒരു പാർട്ടിയെ കുറിച്ചാണ്. അപ്പൊ അതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണ്? മൈനോറിറ്റി വോട്ട് കൺസോളിഡേഷൻ.
നേരത്തെ പിന്നെ രേണുക തന്നെ സംസാരിച്ച സമയത്ത് പറഞ്ഞില്ലേ, ഒരു പ്രബുദ്ധതയെ പറ്റി പറഞ്ഞില്ലേ. നമ്മളിവിടെ പ്രബുദ്ധത എന്ന് പറയുന്നത് എന്തിനെ പറ്റിയാ? BJPക്ക് സീറ്റ് കിട്ടുന്നില്ല എന്ന രീതിയിലാണ് പൊതുവെ ഈ പ്രബുദ്ധത അല്ലെങ്കിൽ കേരളത്തിലുള്ള വോട്ടർമാർ വ്യത്യസ്തമായ രീതിയിലാണ് ചിന്തിക്കുന്നത് എന്നൊക്കെ പറയുന്നത്. ആ BJP വിരുദ്ധ രാഷ്ട്രീയത്തിനെ കച്ചവടമാക്കുന്നതിനും അതുവഴി ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ഏകീകരിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇവർ ഈ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഭരണത്തിന്റെ പേരിൽ വോട്ട് പിടിക്കാൻ നോക്കുന്ന CPM-ഉം ഭരണവിരുദ്ധതയുടെ പേരിൽ വോട്ട് പിടിക്കാൻ നോക്കുന്ന കോൺഗ്രസിനും ഭാവനാശൂന്യമായിട്ട് അവസാനം ആരാണ് BJPയെ നന്നായിട്ട് എതിരിടുന്നത്, ആർക്കാണ് BJP ബാന്ധവം എന്ന് തെളിയിക്കുന്നതിനാണ് ശ്രമിക്കുന്നത്. ശ്രീ സതീശന്റെ പോസ്റ്റ് നോക്കൂ. ചില കാര്യങ്ങൾ ഫാക്ച്വൽ ആണ്, പക്ഷെ അതിൽ പറഞ്ഞിരിക്കുന്ന മറ്റു ചില കാര്യങ്ങൾ ഫാക്ച്വൽ ആണോ അല്ലയോ എന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ നിർമ്മല സീതാരാമനുമായി പിന്നെ കേരളത്തിലെ ഗവർണറും ശ്രീ KV തോമസും മുഖ്യമന്ത്രിയും ഒക്കെ കൂടി ചർച്ച ചെയ്യുന്നത് അത് വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിലൊന്നും തന്നെ യാതൊരു വിധത്തിലുള്ള രഹസ്യ സ്വഭാവം ഇല്ലാത്ത കാര്യമാണ്. കേന്ദ്ര മന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ തന്നെയാണ് അതിന്റെ ചിത്രങ്ങൾ പുറത്തുവിടുന്നത്. അതിനെ ഒരു ഡീലിന്റെ ഭാഗമായിട്ട് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണോ? അതേപോലെ കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രിയായിട്ടുള്ള ശ്രീ നിതിൻ ഗഡ്കരിയെ മുഖ്യമന്ത്രി സന്ദർശിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് പൊന്നാട അണിയിക്കുകയോ അദ്ദേഹത്തിന് ഉപഹാരം കൈമാറുകയോ ചെയ്യുക എന്ന് പറയുന്നതിനെ ഒരു ഡീലിന്റെ ഭാഗമായിട്ട് പറയാൻ കഴിയുന്ന കാര്യമാണോ? ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഭരണമാറ്റം വരുന്നു, കോൺഗ്രസിൽ നിന്നൊരു മുഖ്യമന്ത്രി ഉണ്ടാകുന്നു, അദ്ദേഹം കേന്ദ്രത്തിലുള്ള ഏതെങ്കിലും ഒരു മന്ത്രാലയത്തിൽ അതിന്റെ മന്ത്രിയെ കാണാനോ പ്രധാനമന്ത്രിയെ കാണാൻ പോകുന്ന സമയത്ത് ഉപഹാരങ്ങളൊക്കെ കൊടുക്കില്ലേ? പ്ലസൻട്രീസ് ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യില്ലേ? അതിനെയൊക്കെ തന്നെ നമ്മൾ ഈ ഡീലിന്റെ ഭാഗമെന്ന് പറയുന്നത് എന്തിനാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതല്ലാതെ 100 കൂട്ടം കാര്യങ്ങൾ അദ്ദേഹത്തിന് പറയാനുണ്ട് അല്ലെ? അതിൽ പലതരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള ഇടപെടൽ. ഇപ്പൊ PM ശ്രീ വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റാണ്. PM ശ്രീയുമായി ബന്ധപ്പെട്ട് ഈ പാട്ടിലോറി വരുന്ന സമയത്ത് തവള മസിൽ പിടിച്ചിരിക്കുന്നത് പോലെ സംസ്ഥാന സർക്കാർ ഇരുന്നിട്ട് അവസാനം ഈ ലോറി അടുത്ത് വരുന്ന സമയത്ത് ഓടിപ്പോകുന്നു എന്ന് പറയുന്നതിനെ ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ശിവൻകുട്ടി വളഞ്ഞ് കുനിഞ്ഞു നിന്ന് അവസാനം ഒപ്പിട്ട് കൊടുത്തില്ലേ എന്ന് ചോദിക്കുന്നത് കൃത്യമായ രാഷ്ട്രീയ വിമർശനമാണ്. പക്ഷേ മറ്റുള്ള കാര്യങ്ങളെ അതുമായിട്ട് തുലനം ചെയ്യുന്ന സമയത്ത് അത് ഡൈല്യൂട്ടായി പോകുന്നുണ്ട് എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. കോൺഗ്രസ് ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടത് വളരെ ചുരുങ്ങിയ സമയമേ ഉള്ളൂ. ഭരണവിരുദ്ധ വികാരം എന്നുള്ള ഒരു കാര്യത്തിനെ ആംപ്ലിഫൈ ചെയ്യുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് ഭാവനാപൂർണ്ണമായിട്ട് പോയിന്റുകൾ വോട്ടർമാരുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. പ്രതിപക്ഷത്തിരുന്ന UDF-ന് ഒരു കൃത്യമായ ഒരു മാനിഫെസ്റ്റോ അവതരിപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ പോലും പറ്റുന്നില്ലേ എന്നൊരു ചോദ്യം കൂടി ഉയരുകയാണ്. അങ്ങനെ ഒരു ഗ്രഹപാഠം പോലും ചെയ്യാൻ പറ്റിയില്ലേ എന്നൊരു ചോദ്യം. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ നമുക്ക് N ലാൽകുമാർ കൂടി ചേരുകയാണ്. ലാൽകുമാർ, താങ്കൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നു. കേൾക്കുന്നുണ്ടോ എന്നെ? ലാൽകുമാർ കേൾക്കാമോ? ശരി, ഞാൻ ലാൽകുമാറിലേക്ക് വരാം. ശ്രീ അനൂപ്, ഇപ്പോൾ ഇവിടെ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങളുണ്ടല്ലോ, ഞാൻ അനൂപിലേക്ക് ഒരിക്കൽ കൂടി വരികയാണ്. നോക്കൂ, കോൺഗ്രസിനെ സംബന്ധിച്ച് 10 വർഷത്തെ ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്തുണ്ട് എന്നതാണ് പറയുന്നത്. ചില അഭിമുഖങ്ങളിൽ VD സതീശൻ അക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഞങ്ങളാണ് കൂടുതൽ വീട് കൊടുത്തത്, 10 വർഷം കൊണ്ട് കൊടുത്തതിനേക്കാൾ കൂടുതൽ വീട് ഞങ്ങൾ 5 വർഷം കൊണ്ട് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഞങ്ങൾക്ക് ചില വിഷൻ ഉണ്ട്, ചില കാര്യങ്ങളിൽ സർക്കാരിന്റെ പരാജയപ്പെട്ട ഇടങ്ങളിൽ ഞങ്ങൾക്ക് വിഷൻ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഇനി എപ്പോൾ ജനങ്ങളോട് പറയാനാണ് കോൺഗ്രസിന് പറ്റുക? അത് ഏറ്റവും കൂടുതൽ പറയേണ്ടുന്ന സമയമായിരുന്നു ഇത്. ചുരുക്കം ദിവസങ്ങൾ കിട്ടിയതിൽ 4 ദിവസം ഡൽഹിയിൽ സ്ഥാനാർത്ഥി നിർണയത്തിനായി കളഞ്ഞ പാർട്ടിയാണ്. അതിനുശേഷം കിട്ടിയ ദിവസം BJP ഡീൽ ആർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വാക്പോര് നടത്തുന്നതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജനങ്ങളോട് പറഞ്ഞ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തിരിച്ചെത്താൻ പറ്റില്ല എന്ന ബോധ്യത്തിൽ നിന്നാണോ ഈ ആരോപണങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നത്? സർക്കാർ വലിയ PR വർക്ക് നടത്തിയിട്ടുണ്ട് എന്ന് ആരോപിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. ആ PR വർക്കിന് മുന്നിൽ പതറിപ്പോയത് നിങ്ങളാണോ? ഒരിക്കലുമല്ലേ. കോൺഗ്രസ് ഈ കാര്യങ്ങളൊക്കെ ജനങ്ങളെ അറിയിക്കണമെന്നുള്ള അങ്ങയുടെ അമിതമായ ആഗ്രഹത്തെ ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. കോൺഗ്രസ് അങ്ങനെ ജനങ്ങളെ അറിയിച്ച് തിരിച്ചു വരണം, അധികാരത്തിലേക്ക് തിരിച്ചു വരണം എന്നുള്ള അങ്ങയുടെ ആഗ്രഹത്തെ ഞാൻ അഭിനന്ദിക്കുന്നു, അഭിവാദ്യം ചെയ്യുന്നു. പക്ഷെ ഞങ്ങളിതൊന്നും അറിയിക്കുന്നില്ല എന്നും ജനങ്ങൾ ഇതൊന്നും അറിയുന്നില്ല എന്നുള്ള അനുമാനത്തിലേക്ക് അങ്ങ് എത്തരുത് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഞങ്ങൾ നിരന്തരമായി എണ്ണമിട്ട് 5 വർഷത്തെ മുമ്പ് ജനങ്ങൾ തന്നെ അറിഞ്ഞ് 5 വർഷം ആകുമ്പോൾ മാറ്റിക്കൊണ്ടിരുന്നു, അതുപോലെ അങ്ങ് മാറ്റും എന്ന ആത്മവിശ്വാസം ഇപ്പോൾ ഉണ്ടോ? ഒരിക്കലും ഇല്ലെന്നേ. ജനങ്ങളോട് ഞങ്ങൾ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് തീർച്ചയായും ഞങ്ങൾ വളരെ കൃത്യമായ ഒരു പോസിറ്റീവായ ഒരു രാഷ്ട്രീയ മാനിഫെസ്റ്റോ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഞങ്ങൾ കൃത്യമായ ഒരു രാഷ്ട്രീയ താരതമ്യത്തിനും തയ്യാറാണ്. ഉമ്മൻചാണ്ടി 5 വർഷം എന്ത് ചെയ്തു, പിണറായി വിജയൻ 10 വർഷം കൊണ്ട് എന്ത് ചെയ്തു, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ, ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രിയുടെ ജനങ്ങളോടുള്ള സമീപനം എന്തായിരുന്നു, പിണറായി വിജയൻ ഒരു മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ ജനങ്ങളോട് പെരുമാറുന്നത് എങ്ങനെ എന്നുള്ളതൊക്കെ വളരെ സക്രിയമായ ഒരു സംവാദത്തിലൂടെ ഞങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണെന്നേ. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ ഇത്തരം ഒരു കാര്യം പ്രൊജക്ട് ചെയ്യുമ്പോഴേക്കും
മറ്റുള്ള വിഷയങ്ങളൊക്കെ അടിയിൽ സംഘപരിവാറിന് തീരെഴുതി കൊടുത്ത 10 വർഷങ്ങളാണെന്നേ. അത് ഞങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും. അതിന്റെ അർത്ഥം ഞങ്ങൾക്ക് പറയാൻ മറ്റു കാര്യങ്ങളില്ല എന്നുള്ളതല്ല. പക്ഷെ അതേസമയം ഈ വിഷയം കൂടി ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. അതിലൊരു സംശയവും വേണ്ട. അത് ഏതെങ്കിലും PMCയിലോ ഏതെങ്കിലും ആഭ്യന്തര വകുപ്പിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. കേരളത്തിൽ സമസ്ത മേഖലകളിലും ഒരു സംഘപരിവാർ സ്വാധീനം എന്ന് പറയുന്നത് മുഖമുദ്രയാക്കിയ, സൗത്ത് ഇന്ത്യയിൽ സംഘടനാപരമായി അധികാരത്തിലില്ലാതിരുന്നിട്ടും സംഘപരിവാറിന് ഭരിക്കാൻ കഴിയുന്ന സംസ്ഥാനമാണ് കേരളം എന്ന് ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നത് അത് യാഥാർത്ഥ്യമായതുകൊണ്ട് തന്നെയാണ്. ശരി, ഇപ്പോൾ ലാൽകുമാർ കൂടി നമുക്കൊപ്പം ചേരുന്നു. ലാൽകുമാർ, എന്നെ കേൾക്കാമോ? കേൾക്കാം. മലയാളത്തിലൊരു ചൊല്ലുണ്ട്, ചുണ്ടങ്ങ കൊടുത്ത് വഴുതനങ്ങ വാങ്ങുന്നു എന്ന്. 4 വരികളുള്ള ഒരു പോസ്റ്റ് ആയിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇട്ടത്. പറവൂരിലെ തെരഞ്ഞെടുപ്പ് വിജയം അത് BJP ബന്ധത്തിലല്ലേ എന്നതായിരുന്നു ചോദ്യം. ഒരു 3-4 തെരഞ്ഞെടുപ്പും ഒപ്പം തന്നെ കൂടിക്കാഴ്ചയുടെ ഒരു 4-5 ഉദാഹരണങ്ങളും 2-3 ഫോട്ടോകളും ഉൾപ്പെടെ വലിയൊരു പോസ്റ്റാണ് VD സതീശന്റെ മറുപടി. ഇല്ല, സതീശൻ ഇങ്ങനെ പോസ്റ്റ് ഇട്ട് മറുപടി പറയേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ വൃത്തിയായിട്ട് മറുപടി പറയാൻ പറ്റുന്ന 1-2 കാര്യങ്ങളുണ്ട്. അത് ഞാൻ വളരെ സിമ്പിളായിട്ട് സൂചിപ്പിക്കാം. തൃശ്ശൂർ എങ്ങനെ നിങ്ങൾ 3-ാം സ്ഥാനത്ത് പോയി? 1-ാം സ്ഥാനത്ത് നിന്ന് പ്രതാപനിൽ നിന്ന് 3-ാം സ്ഥാനത്തേക്ക് കേരളത്തിലെ ഏറ്റവും സമുന്നതനായ രാഷ്ട്രീയക്കാരനായ K മുരളീധരൻ എങ്ങനെ 3-ാം സ്ഥാനത്ത് പോയി? നിങ്ങൾക്ക് പോയ വോട്ട് എങ്ങനെ ഇയാളിലേക്ക് പോയി, സുരേഷ് ഗോപിയിലേക്ക് പോയി? ഇതിന് മറുപടി പറഞ്ഞാൽ മതി. സതീശന് ഈ ഫോട്ടോ ഒന്നും തപ്പി വേറെ നടക്കേണ്ട കാര്യമില്ലല്ലോ. കയ്യിലിരിക്കുകയല്ലേ കാര്യം. എന്താ കണക്കെന്ന് പറഞ്ഞാൽ പോരെ. നമ്മുടെ വോട്ട് അവിടെ എന്തായാലും കൂടിയിരിക്കുകയാണ്. സുനിൽകുമാറിനോട് വോട്ട് കൂടിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ CPM 3-ാം സ്ഥാനത്ത് പോയിരിക്കുന്ന ഒരു മണ്ഡലത്തിൽ ഒരിക്കലും BJP ജയിച്ചിട്ടില്ല. കോൺഗ്രസിലേക്ക് പോയാൽ പോലും സാധാരണഗതിയിൽ നമ്മൾ നടക്കുക BJP ഒഴിവാക്കി നിർത്താനുള്ള രാഷ്ട്രീയമാണ് നമ്മളിവിടെ കളിച്ചിട്ടുള്ളത്. ഇപ്പൊ കാസർഗോഡ് എടുക്കുക, മഞ്ചേശ്വരം എടുക്കുക, ഇവിടെ ഒക്കെ ജയിക്കുന്നത്. അവരും പറയുന്നത് ആ ന്യായമാണ്. നോക്കൂ, 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന BJP ജയിക്കുമെന്ന ഇടത്ത് 2-ാം സ്ഥാനത്ത് നിൽക്കുന്നവർക്ക് ജയിക്കാൻ വേണ്ടി നിങ്ങൾക്ക് വോട്ട് തന്നുകൊണ്ടാണ് തൃശ്ശൂരിൽ ഞങ്ങൾ 3-ാം സ്ഥാനത്തായി പോയതെന്നാണ് അവർ പറയണേ. അതെ. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ അപ്പൊ അടുത്ത പറയണം K മുരളീധരൻ എന്ന് പറഞ്ഞ ആളെ തോപ്പിക്കാൻ കൊണ്ട് നിർത്തിയാന്നൂടെ പറയണം. അത് പറയുന്നില്ലല്ലോ ഉണ്ടോ? ചുമ്മാ ഈ രേണു അവര് പറയുന്നത് കേട്ടിട്ട് എന്നോട് ചോദിക്കാൻ നിൽക്കരുത്. ഞാൻ എന്റെ കാര്യം പറഞ്ഞു തീർക്കട്ടെ. ഞാൻ പറയട്ടെ. എനിക്കറിയാമല്ലോ, ഞാൻ കുറച്ചാളെ രാഷ്ട്രീയമായി. ഞാൻ പറയട്ടെ. എനിക്ക് വളരെ കുറച്ച് സമയമുള്ളൂ. ഞാൻ ഇറങ്ങി പോവുകയും ചെയ്യും. ഈ ഇടയ്ക്ക് ഞാൻ എന്റെ ഫോൺ കട്ടായി പോയെങ്കിലും കുറച്ച് കാര്യങ്ങളെയും കേട്ടു. ഈ പറയുന്ന എല്ലാ ആൾക്കാരും മത്സരിക്കുന്നത് ജയിക്കാനായിട്ടാണ്. കേരളത്തിൽ BJP ഒരുപാട് മണ്ഡലത്തിൽ മത്സരിക്കുന്നു. അവർ ജയിക്കാൻ ശ്രമിക്കുന്നു. നമ്മൾ അവരെ തോപ്പിക്കാൻ ശ്രമിക്കുന്നു. നിയമമണ്ഡലത്തിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ, നിയമസഭാ ചരിത്രത്തിൽ കേരളത്തിൽ ആദ്യമായി നിയമസഭയിലേക്ക് രാജഗോപാൽ, നമ്മളെല്ലാം രാജേട്ടനാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. അദ്ദേഹം എങ്ങനെയാണ് വന്നത്? CPM-ന്റെ വോട്ട് കൊണ്ടാവുന്നേ. നോക്കൂ, ഒരു അക്കൗണ്ട് തുറക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചരിത്രപരമായ ഒരു നിമിഷമായിട്ടാണ് അതിനെ കാണുന്നത്. ഞാൻ അങ്ങനെ കണക്കാക്കുന്നത്. അല്ലാന്ന് ഒരാൾക്ക് വേണമെങ്കിൽ വാദിക്കാൻ പറ്റും. നിയമസഭയിലേക്ക് ആദ്യമായിട്ട് ഒരാൾ കയറുമ്പം നമുക്കിവിടെ കയറാൻ പറ്റുന്ന സ്ഥലമാണ്. അകറ്റി നിർത്തിയ ഒരു സ്ഥലത്തേക്ക്, കേരളം അകറ്റി നിർത്തിയ ഒരു സ്ഥലത്തേക്ക് അവർക്ക് കയറാൻ പറ്റുന്നത് എങ്ങനെയാണ്? ആ വോട്ട് ഉണ്ടായത് CPM-ന്റെ വോട്ട് ഉണ്ടായെന്ന് പറയാമോ? അതിൽ ന്യായം പറയുകയാണ്. പാർലമെന്റിലേക്ക് ആദ്യമായി ഈ പറയുന്ന താമര ചിഹ്നത്തിൽ ഒരാൾ ജയിച്ചപ്പം ഇവരുടെ വോട്ട് 3-ാം സ്ഥാനത്ത് 70,000-80,000 വോട്ട് കുറഞ്ഞു. അതിന് കണക്കില്ല. പിന്നെ അതിനകത്ത് ലോജിക്ക് കണ്ടെത്തി അങ്ങനായിരുന്നു ഇങ്ങനായിരുന്നു എത്ര വേണേ പറഞ്ഞോട്ടെ. കാണുന്നവന് ബോധമുണ്ടല്ലോ. ഇത് കാണുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. 2-ാം സ്ഥാനക്കാരെ സഹായിക്കാൻ വേണ്ടി 1,00,000 വോട്ടിന് ജയിച്ച സ്ഥലമാണ്. ഓർത്തോണം, TN പ്രതാപൻ. കേരളത്തിൽ കോൺഗ്രസ് അനുകൂല തരംഗം നിൽക്കുന്ന സ്ഥലത്താണ് രേണു രാഷ്ട്രീയം പറയുന്നത്. രേണു മാധ്യമപ്രവർത്തകയല്ലേ? നിങ്ങൾ എത്ര നാളായി രാഷ്ട്രീയം വീക്ഷിക്കുന്നു? കേരളത്തിലെ 20 സീറ്റും ജയിക്കും എന്ന് രാഹുൽ ഗാന്ധി വരുന്നു, പ്രിയങ്ക ഗാന്ധി വരുന്നു. മൊത്തത്തിൽ തരംഗമുള്ള ഒരു സമയത്താണ് നിങ്ങൾ പറയുന്നത് 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഞങ്ങളെ ജയിപ്പിക്കാൻ അവർ വോട്ട് ചെയ്തെന്ന്. എവിടെ ആരോടായി പരിഹാസ രൂപേണ അവരുടെ ന്യായം താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞു പറയാതെ. അങ്ങനെയാണ് ഞാൻ വിട്ടു. കാര്യം പരിഹാസ രൂപം എന്ന് പറഞ്ഞ പ്രശ്നം എന്നറിയോ? നമ്മൾ ശബ്ദം മാത്രം കേൾക്കുന്നതുകൊണ്ടൊരു പ്രശ്നമാണ്. നിങ്ങളുടെ മുഖത്തിന്റെ എക്സ്പ്രഷൻ ഞാൻ കാണുന്നില്ല. ഞാൻ ഫോണിൽ കൂടെ കാണുന്നതുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ വിട്ടേക്ക്. ഞാൻ പറഞ്ഞത് രേണു അങ്ങോട്ട് പൊസിഷൻ പിടിച്ചു എന്ന് എനിക്ക് സംശയം വന്നു. അപ്പൊ ഈ പറയുന്ന ഇവരുടെ അടിസ്ഥാന രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അവർ കളിക്കുന്നത് CPM വിരുദ്ധ രാഷ്ട്രീയമാണ്. എല്ലായിടത്തും കളിക്കുന്ന വൃത്തികെട്ട രാഷ്ട്രീയം. ഇവിടെ ED-യെ കുറിച്ച് പറഞ്ഞല്ലോ, പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ലെന്ന്. പിണറായി വിജയനെ അറസ്റ്റ് ചെയ്തിട്ട് ഇവർക്ക് എന്താ നേട്ടം? സോണിയാഗാന്ധിയെ അറസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് എന്താ നേട്ടം? നോക്കൂ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ അശ്ലീല കാഴ്ച എന്ന് പറയുന്നത് ഈ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതിനാണ്. അരവിന്ദ് കെജ്രിവാളിനെ
മദ്യ അഴിമതിയുമായി ബന്ധപ്പെട്ട് അവിടെ ശ്രീജിത്ത് ഇരിപ്പുണ്ടല്ലോ. ശ്രീജിത്തിനോട് ചോദിക്കും, ശ്രീജിത്ത് എന്റെ സുഹൃത്താണ്, സ്നേഹിതനാണ്. ശ്രീജിത്തിനോട് ചോദിക്കുക, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ കോലാഹലം ഉണ്ടാക്കിയത് ആരാന്ന് ചോദിച്ചു? കോൺഗ്രസ്സുകാരാ, BJP-ക്കാർ പോലുമല്ല. ഡൽഹിയിലെ BJP ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ഒച്ച അവിടെ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകണം, അരവിന്ദ് കെജ്രിവാൾ കുറ്റക്കാരനാണെന്ന് പറഞ്ഞത് BJP അല്ലെന്നേ, ഈ പറയുന്ന കോൺഗ്രസ്സുകാരാ. അവസാനം ആ മനുഷ്യൻ വെളിയിൽ നിന്ന് അയാൾക്കെതിരെ ചാർജ് ഷീറ്റ് ഇല്ല, അയാളെ പൂർണ്ണമായും വിടുതൽ കൊടുത്തു. അതിനുപോലും ഇല്ല എന്ന് പറഞ്ഞ് പൂർണ്ണമായി അയാളെ വെറുതെ വിടുകയാണ് ചെയ്തത്. അതിൽ അങ്ങേര് ഈ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് കരയുന്ന ഒരു സീനുണ്ട്. അപ്പൊ കോൺഗ്രസ്സുകാരെല്ലാം പറയുകയാണ് വന്നിരുന്ന്, മോഡിയുടെ മോശം നയം. ശരി, മോഡിയുടെ മോശം നയം നിങ്ങൾ നിങ്ങൾ ആ വിഷയത്തിൽ എന്ത് നിലപാടെടുത്തു? ഇരട്ടത്താപ്പല്ലേ ഇവർ പറയുന്നത്? ഇവർക്ക് ആദ്യ അവസാനം വരെ ഇവർക്ക് ഒരു കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഇവർക്ക് അധികാരം പിടിക്കാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി പറയും. ഇവർ പറഞ്ഞല്ലോ കേരളത്തിലെ രാഷ്ട്രീയം അതാണ്, ഡീലാണ്. ഇവരുടെ ഡീൽ എന്താ? മഹാരാഷ്ട്രയിൽ ഇവർ ജയിപ്പിച്ചവരെല്ലാം BJP ചേർന്നു. ഈ രാജ്യത്തുള്ള എല്ലാ സംസ്ഥാനത്തെയും കോൺഗ്രസ്സുകാർ ജയിച്ചവനൊക്കെ റിസോർട്ടിൽ പോയി കിടന്ന് ഉറങ്ങുക, അവിടുന്ന് ഓടുക, BJP-യുടെ പാളയത്തിൽ പോവുക. നാണവും മാനവും ഉളുപ്പുള്ളവനൊക്കെ ഈ ഒരു ടിക്കറ്റ് മത്സരിച്ചിട്ട് അപ്പുറത്ത് പോവോ? എന്നിട്ട് അപ്പുറത്ത് പോയിട്ട് അവിടുത്തെ എന്റെ ദേശീയ പാർട്ടി, ഞങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദേശീയ പാർട്ടി, വേറെ ആരുമില്ല എന്നൊക്കെ പറയുക. BJP-യുടെ അമിത്ഷായും കൂട്ടരും ചേർന്ന് ഇവരെ വിലക്ക് മേടിക്കാൻ നേരത്തെ എല്ലാം വിലക്ക് മേടിച്ചു. ആടിന് തീറ്റ കൊടുക്കുന്ന പോലെ ഈ പറയുന്ന പ്ലാവല കാണിച്ച് ആടിനെ വിളിച്ചോണ്ട് പോകുന്നവർ ഇവരെ എല്ലാം വിളിച്ചോണ്ട് പോയി. ഇവരുടെ ഇപ്പം BJP-യുടെ മന്ത്രിസഭയിലുള്ള എത്ര കോൺഗ്രസ്സുകാരുണ്ട്? കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസിലുണ്ടായിരുന്ന എത്ര പേരുണ്ട്? ഇതാ എന്നിട്ട് BJP വിരുദ്ധ രാഷ്ട്രീയം കളിക്കുന്നവര് ഈ CJP പോട്ടെ, കേരളത്തിലിരിക്കുന്ന VD സതീശൻ എന്തേലും പറയട്ടെ, ഈ രാഹുൽ ഗാന്ധിക്ക് പറയാൻ നാണമില്ലേ CJP എന്ന് പറയാൻ? ഇത് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഡോർ നടത്തിയിട്ട് നിങ്ങൾ ആൾക്കാരെ പിടിച്ചു നിർത്തുക. അത് പിടിച്ചു നിർത്താൻ പറ്റാതെ വൃത്തികെട്ട രാഷ്ട്രീയം ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഇത്രത്തോളം വർഗീയത കളിച്ചിട്ടുള്ളത് കോൺഗ്രസ്സുകാരെ പോലെ വേറെ ആരുമില്ല. നോക്കൂ, രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന ഒരു രാഷ്ട്രീയമാണ്. രാമക്ഷേത്രം കളിച്ചത് BJP-യാണ്. ഈ രാമനെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതിനു മുമ്പ് ഈ രാമക്ഷേത്രം പണിയുന്നതിന് മുമ്പ് ഈ മോഡൽ ഉണ്ടാക്കി UP-യിലും ബീഹാറിലും കൊണ്ടു നടന്ന ആളാണ് രാജീവ് ഗാന്ധി. അതറിയോ നിങ്ങൾക്ക്? അങ്ങനെ ഈ പ്രോട്ടോടൈപ്പ് രാമനെ ഉണ്ടാക്കി കൊണ്ടുവന്ന് രാമന്റെ സീരിയലിന്റെ വെച്ച് രാഷ്ട്രീയം കളിച്ച് അപ്പൊ BJP-ക്ക് മനസ്സിലായി ഇവിടെ ശക്തമായ ഒരു രാമന്റെ രാഷ്ട്രീയത്തിനൊരു സാധ്യത ഉണ്ടെന്ന്. അവർ യഥാർത്ഥ രാമനെ എടുത്ത് കളിച്ചു. ഇതൊക്കെ വന്നിട്ട് വർഗീയതയുടെ കളി BJP-യുടെ. ഇവർക്കിത് പറയാൻ ഒരു അവകാശവും ഇല്ല. ബാബറി മസ്ജിദ് പൊളിച്ചപ്പോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പേര് ഈ മനുഷ്യനാ നരസിംഹറാവുവാ, അല്ല പിണറായി വിജയനോ ജ്യോതി ബസുവൊന്നും അല്ല, അല്ലെങ്കിൽ ഈ പറയുന്ന നരേന്ദ്രമോദി എന്ന് പോലും ഇല്ല. അവരാണ് പൊളിച്ചതെങ്കിൽ അത് വേറെ വിഷയം. അപ്പൊ ഇത് ചുമ്മാതെ ഇവർക്ക് കാണിക്കാൻ പറ്റുന്ന വൃത്തികരല്ല അവർക്ക് കയറി കാണിച്ചിട്ട് പിന്നെ CJP ഇവരൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കത്തേ ഉള്ളൂ. അധികാരം പിടിക്കാനുണ്ടല്ലോ, അധികാരത്തിന്റെ ദുർമോഹം കൈയിട്ട് വാരാനുള്ള ആർത്തിക്ക് എങ്ങനെയും പിടിക്കാനായിട്ടുള്ള കളിയാ. അതിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അത് നമ്മൾ പിന്നെ തീരുമാനിക്കും. അപ്പം സുധാരൻ പറഞ്ഞാരാ അല്ല അത് മറ്റേ പുള്ളിയാ, രമേശ് ചെന്നിത്തല. ശരി, അത് നമ്മൾ ഇന്നലെ ഒന്ന് ചർച്ച ചെയ്തതാണ്. എന്തായാലും തൽക്കാലത്തേക്ക് ആ ചർച്ചകൾക്ക് അവധി നൽകിയിരിക്കുന്നു കോൺഗ്രസ് എന്നാണ് ഇന്നത്തെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയത്. താങ്കൾ ദയവായി തുടരണം, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ഡോക്ടർ ഗോപകുമാർ, നോക്കൂ, ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു ചർച്ച ആർക്ക് ഗുണം ചെയ്യും എന്നൊരു ചോദ്യമുണ്ടല്ലോ. നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കിയാൽ സമാനമായിരുന്നു ചർച്ചകൾ. ആരാണ് BJP-യുമായുള്ള ബന്ധം എന്ന ആരോപണം. രാഹുൽ ഗാന്ധിയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു, അമേഠിയിൽ നിന്ന് പേടിച്ചോടി എന്ന് പറയുന്നു. മുഖ്യമന്ത്രിയും രാഹുൽ ഗാന്ധിയെ ഇതുപോലെ വാക്പോര് നടത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത്. അതിന്റെ ഗുണഭോക്താക്കൾ ആരായിരുന്നു എന്ന് നോക്കിയാൽ നമുക്ക് കൃത്യമായി അറിയാം, അത് UDF-നാണ് ഗുണം ചെയ്തിട്ടുള്ളത്. പിന്നീട് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് നോക്കിയാൽ അവർക്ക് അനുകൂലമായ സാഹചര്യമാണുള്ളത്. അതുകൊണ്ടാണോ രാഹുൽ ഗാന്ധി തന്നെ ഇങ്ങനെ ഒരു അജണ്ട സെറ്റ് ചെയ്ത് ഈ വിഷയത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? ഞങ്ങൾക്ക് അനുകൂലമാകും. ചില ജില്ലകൾ മൊത്തത്തിൽ UDF-നൊപ്പം നിൽക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതാണ് അതിന്റെ പൾസ് എന്ന് മനസ്സിലാക്കിയുള്ള ഒരു അജണ്ട സെറ്റ് ചെയ്യലാണോ യഥാർത്ഥത്തിൽ UDF ചെയ്തിരിക്കുന്നത്? തദ്ദേശ തെരഞ്ഞെടുപ്പ് തൽക്കാലം ഒരു മിനിറ്റ് നമുക്ക് മാറ്റിവെക്കാം. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും അത് UDF-ന് ഗുണം ചെയ്തു എന്നുള്ളത് വ്യക്തമാണ്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്നതിലും വലിയ തെറ്റില്ല. കാരണം ദേശീയ തലത്തിൽ BJP ഒരു വലിയ ശക്തിയാണ്. അപ്പോൾ അവിടെ BJP-യുടെ നേതൃത്വത്തിലുള്ള ഭരണം തുടരണോ വേണ്ടയോ എന്നുള്ള ചർച്ച കേരളത്തിലും തീർച്ചയായിട്ടും വേണം. അതുകൊണ്ട് BJP ടാർഗറ്റ് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. ദേശീയ തലത്തിൽ ഞാനത് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കൂടുതലും ഒരു ഭരണവിരുദ്ധ വികാരത്തിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ് വസ്തുത. ആ സൂചന ഇപ്പോഴും നിലനിൽക്കുമ്പോഴും ഇപ്പോൾ ഈ കേരളത്തിൽ 16% 20% NDAക്ക് മൊത്തം വോട്ട് കിട്ടുന്ന ഒരു സഖ്യത്തിന്
ഇത്രത്തോളം രണ്ടു കൂട്ടരും ഭയപ്പെടുന്നത് എന്താണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വയ്യാത്തത്. അങ്ങനെ പറയുമ്പോൾ തീർച്ചയായിട്ടും ഇത് കൂടുതൽ RSSനെയും BJP ആക്രമിക്കുന്നതിൻ്റെ പിറകിൽ ഒരു പ്രത്യേക സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ സമുദായത്തിൻ്റെ വോട്ട് കിട്ടാൻ കൺസോളിഡേറ്റ് ചെയ്യാൻ അത് ഗുണം ചെയ്യും എന്നുള്ളൊരു സ്ട്രാറ്റജി അല്ലേ അവിടെ വരുന്നത്. അത് മനസ്സിലാക്കാൻ നമുക്ക് വലിയ ബുദ്ധിയൊന്നും വേണ്ട. കാരണം കേരളത്തിൽ എപ്പോഴും വിറ്റുപോകുന്ന ഒരു മാർക്കറ്റുണ്ടത്. അത് ആ സാഹചര്യം എടുത്ത് ഹൈലൈറ്റ് ചെയ്യുമ്പോൾ, മൈനോറിറ്റി പൊളിറ്റിക്സ് ഹൈലൈറ്റ് ചെയ്യുമ്പോൾ നേരത്തെ രണ്ടു കൂട്ടരും മാറി മാറി ചെയ്തിട്ടുണ്ട്. അത് കേരളത്തിൽ ശക്തി അത്ര ആയിട്ടില്ലാത്ത ഒരു തേർഡ് ഫോഴ്സ്, പക്ഷേ ഡിസ്റ്റൻറ്റ് തേർഡ് ഫോഴ്സായിട്ട് നിൽക്കുന്നു. പക്ഷേ അതിനെ ടാർഗറ്റ് ചെയ്ത് രണ്ടു കൂട്ടരും ആക്രമിക്കുമ്പോൾ വാസ്തവത്തിൽ അറിഞ്ഞോ അറിയാതെയോ BJPയെ ശക്തിപ്പെടുത്തുന്നൊരു പ്രക്രിയയാണ് അവർ ചെയ്യുന്നത്. അങ്ങനെയുള്ളൊരു സാഹചര്യം കൊണ്ടുവരുന്നത് എന്തിനാണ്? ഈ ഇലക്ട്രൽ പൊളിറ്റിക്സിൽ ഈ പുറകോട്ട് നിൽക്കുന്ന വലിയ ശക്തിയല്ലാത്തൊരു ഗ്രൂപ്പിനെ അണ്ടർഡോഗ് എന്ന് പറയും. അവരെ കൂടുതൽ ആക്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ചില വിഭാഗക്കാർക്ക് അണ്ടർഡോഗ് എഫക്റ്റ് സിമ്പതിയായിട്ട് മാറും. ഇത്രത്തോളം പറയുമ്പോൾ അതെന്തിനാണ് ഇത്രയും ശക്തിയല്ലാത്തൊരു ഫോഴ്സിനെ കുറിച്ച് പറയുന്നത് എന്ന് തീർച്ചയായിട്ടും നമുക്ക് ആ സംശയം നിലനിൽക്കും. ഇതൊരു നോൺ ഇഷ്യൂ ആണോ, അതല്ല കേരളത്തിൽ അത്രത്തോളം നേരത്തെ മറ്റൊരു സുഹൃത്ത് ചൂണ്ടിക്കാണിച്ചു സംഘപരിവാറിൻ്റെ ശക്തി എല്ലായിടത്തും ഞാൻ കാണുന്നില്ല. ആ നിലയ്ക്ക് RSSൻ്റെ ശക്തി കേരള രാഷ്ട്രീയത്തിൽ അത്ര പ്രബലമായി നിൽക്കുന്നുവെന്നും അവരാണ് അജണ്ട നിശ്ചയിക്കുന്നതെന്നും ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അവരുടെ കയ്യിലാണെന്നും എനിക്ക് തോന്നിയിട്ടില്ല. ആ ഒരു പശ്ചാത്തലം വന്നില്ല. കാരണം കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി എന്ന് പറയുന്നത് CPM ആണ്. അത് കഴിഞ്ഞേ BJP വരത്തുള്ളൂ. ഹിന്ദു വോട്ട് ബേസാണ് CPMൻ്റെ കൈവശമുള്ളത്. അത് കഴിഞ്ഞ് മറ്റ് മേഖലയിലേക്ക് അധികം കടക്കാൻ കഴിഞ്ഞിട്ടില്ല. UDFൻ്റെ ആകട്ടെ മറിച്ചുമാണ്, മൈനോറിറ്റി കൺസോളിഡേഷനാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ അത്രത്തോളം ശക്തിയല്ലാത്തൊരു ഫോഴ്സിനെ കുറിച്ച് വീണ്ടും 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 ആവർത്തിക്കുമ്പോൾ അതിൻ്റെ പിറകിലൊരു പ്രത്യേക ഉദ്ദേശമുണ്ടെന്ന് ഇലക്ട്രൽ പൊളിറ്റിക്സിൽ നമുക്ക് തോന്നിപ്പോവും. വാസ്തവത്തിൽ നേരത്തെ മറ്റൊരാൾ ചൂണ്ടിക്കാണിച്ച പോലെ ഇത്ര 10 വർഷം ഭരിച്ച ഗവൺമെൻറ്റിനെ വിമർശിക്കാൻ വിഷയങ്ങളില്ലാഞ്ഞിട്ടല്ലല്ലോ. എന്തൊക്കെ വിഷയങ്ങളുണ്ട് അതൊന്നും പറഞ്ഞില്ലല്ലോ. ഇപ്പോൾ വികസനത്തിൻ്റെ കാര്യമെടുക്കാം, അഴിമതിയുടെ കാര്യമെടുക്കാം, തൊഴിലില്ലായ്മയുടെ കാര്യമെടുക്കാം, പ്രവാസികളുടെ പ്രശ്നങ്ങളെടുക്കാം, ആരോഗ്യ പ്രശ്നങ്ങളെടുക്കാം, വിദ്യാഭ്യാസ പ്രശ്നങ്ങളെടുക്കാം. ഈ 10 കൊല്ലത്തിനിടയ്ക്ക് പ്രതിപക്ഷത്തിന് പറയാൻ എത്രയോ ആശയങ്ങളുള്ളപ്പോൾ ഇവിടെ BJPക്ക് മാത്രമായിട്ട് 15% വോട്ട് കിട്ടുന്നുള്ളൂ. ആ 15% വോട്ട് കിട്ടുന്ന ഒരു ഫോഴ്സിനെ ഇത്രത്തോളം ഹൈലൈറ്റ് ചെയ്യുന്നത് ആ ദേശീയ ഇലക്ഷനിൽ എനിക്ക് മനസ്സിലാവും. പക്ഷേ സ്റ്റേറ്റ് പൊളിറ്റിക്സിൽ ഇതാണ് അജണ്ടയെങ്കിൽ പിണറായിയുടെ ഭരണത്തെ വിമർശിക്കാൻ മറ്റൊരു കാരണങ്ങളില്ല എന്ന് തോന്നിപ്പോയില്ലേ? അത് ഇലക്ഷനിന് കഷ്ടിച്ച് 2 ആഴ്ച നിൽക്കുമ്പോൾ ആൻറ്റി ഇൻകംബൻസി എഫക്റ്റ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വളരെ വളരെ വ്യക്തമായി UDFനെ സഹായിച്ച് ഏതാണ്ട് 53% പഞ്ചായത്തുകൾ UDFൻ്റെ കൈവശം വന്നു. പരമ്പരാഗതമായി ഇടതുപക്ഷത്തിൻ്റെ കുത്തകയായിരുന്ന മേഖലകളൊക്കെ തകർന്നു വീണു. അതൊന്നും ഈ RSSൻ്റെ കാര്യത്തിലല്ല വീണത്, ഭരണവിരുദ്ധ കാര്യത്തിലാണ് വീണത്. ഇത്രയും വലിയ കാര്യം കയ്യിലിരിക്കുമ്പോൾ ഇത് മാറി മറ്റൊരു വിഷയത്തിലേക്ക് ചർച്ച ചെയ്യുമ്പോൾ അത് ഇമോട്ടീവ് ആക്കുന്ന ഒരു ഇഷ്യൂയിലേക്ക് കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് കുറച്ച് ഗുണം കിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിൻ്റെ പേരിൽ വരുമ്പോൾ അടുത്ത 5 വർഷം ഭരിക്കുന്നത് എങ്ങനെയാണെന്നുള്ള ആ അജണ്ട പറയുന്നില്ല, പ്രകടന പത്രികയില്ല, വിഷയങ്ങൾ പറയാനില്ല. അതിലേക്കല്ലേ കൂടുതൽ ഈ സമയത്തല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ഈ ചർച്ച വരേണ്ടത്? അപ്പോൾ ഇതിന് രണ്ടു കൂട്ടരും പരസ്പരം പറയുമ്പോൾ രണ്ടു കൂട്ടർക്കും ഇതിനകത്ത് വേദനിക്കാൻ വകയുണ്ട്. കാരണം തെളിവുകൾ മറുവശത്തും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടു കൂട്ടർക്കും അത് എടുത്ത് കാണിക്കുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ പല സമയത്ത് പല സാഹചര്യങ്ങളിൽ പല തരത്തിലുള്ള ബന്ധങ്ങളുണ്ടാകും. എമർജൻസി സമയത്ത് RSSും CPMും തമ്മിൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്നു, നമുക്ക് നന്നായിട്ടറിയാം. ഇപ്പോൾ ഈ പറയുന്ന സാഹചര്യങ്ങൾ ഒരു പക്ഷേ 2-3 നിയോജകമണ്ഡലങ്ങൾ കണ്ടാലായി എന്ന് നമുക്ക് ഒരുപക്ഷെ ഇലക്ഷൻ കഴിഞ്ഞായിരിക്കും അത് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഞാൻ ഒരു കാര്യം കൂടി പറയാം. കേരളത്തിൽ മൊത്തത്തിൽ അങ്ങനെ ഒരു ഡീല് പറ്റില്ല. അത് സാധാരണ കോമൺ സെൻസിനെ നിരാകരിക്കലാണ്. എന്താ കാരണം? കേരളത്തിലൊരു 50-51% ഹിന്ദു സമൂഹമുണ്ട്. ഈ ഹിന്ദു സമൂഹത്തിൻ്റെ ഭൂരിപക്ഷം വോട്ട് ഇടതുപക്ഷത്തിനാണ് പോണത്. മറ്റൊരു ചെറിയ ഭാഗം BJPക്കും വരുന്നുണ്ട്. അപ്പോൾ ആ BJPയും CPMും ഒരേ സോഷ്യൽ ബേസിനെ കൾട്ടിവേറ്റ് ചെയ്യുമ്പോൾ അവർ തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ് വരുന്നു എന്ന് പറഞ്ഞാൽ അതിനപ്പുറം ഘടകവിരുദ്ധം എന്താണ്? മറുവശത്ത് പോളറൈസേഷൻ ഉണ്ടാകുന്ന വഴിയല്ലേ? അത്രത്തോളം മണ്ടത്തരം CPM കാണിക്കുമോ? ഇത് രാഷ്ട്രീയത്തിൽ നമ്മൾ ആലോചിക്കുമ്പോൾ എപ്പോഴും തൻ്റെ കൂടെ നിൽക്കുന്ന ഒരു വിഭാഗത്തിനോടൊപ്പം മറ്റു വിഭാഗത്തിൻ്റെ പിന്തുണയും കൂടെ കിട്ടിയാലേ ജയിക്കാൻ പറ്റുള്ളൂ. അത് കാണുന്നില്ലല്ലോ. അങ്ങനെ ഒരു സ്ട്രാറ്റജിയാണ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. മറിച്ചാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു ലാർജർ ലെവൽ ഒരു ഡീലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുമാത്രമല്ല, ഒരു അടിസ്ഥാനപരമായിട്ടൊരു CPMകാരന് ആദർശപരമായിട്ട് BJPക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല. മറിച്ച് ഒരു RSSകാരന് തിരിച്ച് CPMന് വോട്ട് ചെയ്യാൻ പറ്റില്ല. അവരുടെ ട്രെയിനിങ് അങ്ങനെയാണ്. തീർച്ചയായും. പക്ഷേ വട്ടിയൂർക്കാവിൽ ഉൾപ്പെടെ ഉയരുന്ന ആരോപണങ്ങൾ എന്നാൽ ഇതിന് എത്രയോ വിരുദ്ധമാണ് എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ശ്രീജിത്ത് പണിക്കർ, നോക്കൂ, ഇവിടെ ഇപ്പോൾ
ഈ അജണ്ട കോൺഗ്രസ് സെറ്റ് ചെയ്യുമ്പോൾ CPM അതിലേക്ക് തന്നെ വരുന്നു എന്നത് നമുക്ക് വളരെ വ്യക്തമായി കാണാം. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി തന്നെ ഈ വിഷയം ഏറ്റെടുത്ത് ഈ രീതിയിൽ മറുപടി പറയുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ മുതൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, വെള്ളാപ്പള്ളി വർഗീയത പറയുമ്പോൾ അതിനോട് സോഫ്റ്റ് സമീപനം സ്വീകരിച്ചുകൊണ്ട് അതിനൊപ്പം നിൽക്കുന്ന ഇടതുപക്ഷത്തെ നമ്മൾ കണ്ടതാണ്. അവർ ആ നിലയിൽ തന്നെ ഭൂരിപക്ഷ വോട്ടിന്റെ കൺസോൾട്ടേഷൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ അജണ്ട കോൺഗ്രസ് സെറ്റ് ചെയ്യുമ്പോൾ എന്താണോ CPM ഇവിടെ യഥാർത്ഥത്തിൽ അവർ പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്, അവർ ശ്രദ്ധിക്കാൻ തീരുമാനിച്ചത്, ആ ഇടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് വേണമോ നമ്മൾ മനസ്സിലാക്കാൻ? രേണുക, ഇതിൽ സത്യത്തിൽ ഈ രണ്ട് പാർട്ടികളും പ്രകടമായിട്ട് നമ്മളോട് പറയുന്നത് BJP വിരുദ്ധതയോ BJP വിരോധമോ അല്ല, മറിച്ച് പുലി വരുന്നേ പുലി എന്ന് പറഞ്ഞുകൊണ്ട് ഇവരിവിടെയുള്ള ആൾക്കാരെ പേടിപ്പിക്കുകയാണ്. അതായത് BJP വന്നു കഴിഞ്ഞാൽ അത് വലിയ തീവ്ര ഫാഷിസ്റ്റ് നിലപാടുകളാണ്, അങ്ങനെയുള്ള ആൾക്കാരെ കേരളത്തിൽ നമ്മൾ ഭരണത്തിലേക്ക് കൊണ്ടുവരാൻ പാടില്ല, ജനാധിപത്യ പ്രക്രിയയിൽ നിന്ന് അവരെ അകറ്റി നിർത്തണം എന്നൊക്കെയുള്ള ചില സന്ദേശങ്ങൾ പറയുന്നു എന്നത് മാത്രമേ ഉള്ളൂ. അതുവഴി അവർ BJP അകറ്റി നിർത്തുക എന്നുള്ള ഒരു ലക്ഷ്യപൂർത്തീകരണത്തിന് വേണ്ടിയിട്ടല്ല ശ്രമിക്കുന്നത്. അവർ നോക്കുന്നത് BJPക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഏത് കമ്മ്യൂണിറ്റിയുടെ പൊളിറ്റിക്സ് ആണുള്ളത്, അവരുടെ വോട്ടിനെ സമ്പാദിക്കുക എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ടാണ് ശ്രീ പിണറായി വിജയൻ പ്രതികരിക്കുന്നത്. അപ്പം അതല്ലാതെ ശ്രീ VD സതീശൻ 100 വിഷയങ്ങൾ മറ്റുള്ളത് പറഞ്ഞാൽ, ഇപ്പോൾ അഴിമതിയെക്കുറിച്ച്, സ്വജനപക്ഷപാതത്തിനെക്കുറിച്ച് ഒക്കെ തന്നെ ശ്രീ VD സതീശൻ പറഞ്ഞോട്ടെ, പിണറായി വിജയൻ പ്രതികരിക്കില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ട് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് നേട്ടമൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഇവരെ ടാർഗറ്റ് ചെയ്യുന്നത് മൈനോറിറ്റി വോട്ടാണ്. BJP വിരുദ്ധത പറയുന്ന സമയത്ത് BJP വിരുദ്ധത നാച്ചുറലായിട്ട് വരുന്ന മൈനോറിറ്റി വിഭാഗത്തിന്റെ വോട്ട് കൺസോളിഡേറ്റ് ചെയ്യാനാണ് ഈ രണ്ട് ഫ്രണ്ടുകളും നോക്കുന്നത്. അപ്പോൾ അത് UDFന് ആ രീതിയിലത്തേക്ക് ഒരു CJP ബന്ധം പറഞ്ഞുകൊണ്ട് ആ വോട്ടിലേക്ക് ആ വോട്ട് ഇങ്ങോട്ട് പോരട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ അവിടെ വഴി വെട്ടി വെക്കുകയാണ് എങ്കിൽ അങ്ങനെ അത് പോകണ്ട എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രതിരോധം മാത്രമാണ് പിണറായി വിജയന്റെ ഭാഗത്ത് കാണുന്നത്. അപ്പോൾ BJP വിരുദ്ധത എന്നതിനേക്കാൾ ഇതിനെ ഒരു വോട്ട് കട്ടറായിട്ട്, അതായത് മറ്റുള്ള പാർട്ടിയുടെ വോട്ടിനെ കുറയ്ക്കുകയും അതിനെ ഞങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുകയും ചെയ്യുക എന്നുള്ള കൃത്യമായിട്ടുള്ള മൈനോറിറ്റി പൊളിറ്റിക്സ് ആണ് രണ്ട് പാർട്ടികളും കളിക്കുന്നത്. എന്ന വിലയിരുത്തൽ CPM-നുള്ളിൽ തന്നെ ഉണ്ട്. അല്ല, നോക്കൂ, അതിന് പ്രത്യേകമായ കാരണം വിലയിരുത്തലുണ്ട്. എക്സാക്ട്ലി. എന്തുകൊണ്ടാണ് നമുക്കത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കും. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ BJPക്ക് 19% മുകളിലേക്ക് വളർച്ചയുണ്ടായി, ഒരു സീറ്റും അവർക്ക് കിട്ടി. അപ്പോൾ ആ സമയത്ത് CPM-നുണ്ടായിരുന്ന അപായമണി എന്ന് പറയുന്നത് അവരുടേതായിട്ടുള്ള പല മണ്ഡലങ്ങളിലും അവർക്ക് ട്രഡീഷണലായിട്ട് വോട്ട് ചെയ്യുന്ന ഈഴവ വിഭാഗത്തിന്റെ വോട്ട് അവർക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ഇതൊരു രഹസ്യമായിട്ടുള്ള കാര്യമല്ല. അവരുടെ സംസ്ഥാന സമ്മേളനത്തിലടക്കം ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയായിട്ട് ചർച്ച ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട പ്രമേയങ്ങളും മറ്റു കാര്യങ്ങളും അവർ അവതരിപ്പിക്കുകയും ചെയ്തതാണ്. അപ്പോൾ അവരതിൽ കണ്ടെത്തിയ കാര്യം എന്താണ്? ട്രഡീഷണൽ ആയിട്ടുള്ള ഈഴവ വോട്ടുകൾ നമ്മളിൽ നിന്ന് മാറി അത് BJP-യിലേക്ക് പോകുന്നു. അങ്ങനെയെങ്കിൽ അതിനെ ചെറുക്കേണ്ടതുണ്ട്. അതിനെന്ത് ചെയ്യും? അതിന് ചെയ്യാനായിട്ട് അവർ കണ്ടുപിടിച്ച മാർഗം എന്ന് പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന എന്ത് കാര്യത്തിനും അദ്ദേഹത്തിന് നാക്കിന് ഫ്രീ ലൈസൻസ് കൊടുക്കുക. അദ്ദേഹം എന്ത് പറഞ്ഞു കഴിഞ്ഞാലും, എത്രത്തോളം മുസ്ലിം വിരുദ്ധത പറഞ്ഞു കഴിഞ്ഞാലും അതിനെതിരെ ഒന്നും സംസാരിക്കില്ല എന്ന് തന്നെയല്ല, അദ്ദേഹത്തിനെ ശ്രീനാരായണ ഗുരുവിന്റെ എല്ലാ ആശയങ്ങളുടെയും എംബോഡിമെന്റ് എന്ന് പറഞ്ഞ് പരസ്യമായിട്ട് വേദിയിലിരുത്തി അദ്ദേഹത്തിനെ പ്രശംസിക്കുന്നു. അത് ചെയ്യുകയാണ്. അപ്പോൾ അതുവഴി അവർ സത്യത്തിൽ ഇകഴ്ത്തുന്നത് ആരെയാണെന്നറിയോ? വെള്ളാപ്പള്ളി നടേശന്റെ തീരുമാനങ്ങളോട് യാതൊരു വിധത്തിലുള്ള അദ്ദേഹത്തിന്റെ നയങ്ങളോടോ നിലപാടുകളോടോ പ്രസ്താവനകളോടോ ഒരു തരത്തിലുമുള്ള യോജിപ്പില്ലാത്ത, മതേതരമായി ചിന്തിക്കുന്ന, സാഹോദര്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആവറേജ് ഈഴവനെയാണ് അവർ ആക്ഷേപിക്കുന്നത്. അല്ല, നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന അതേ അഭിപ്രായം തന്നെ ഇവിടെ SNDP കമ്മ്യൂണിറ്റിയിലുള്ള അല്ലെങ്കിൽ ഈഴവ വിഭാഗത്തിലുള്ള എല്ലാ ആൾക്കാരും വെച്ചു പുലർത്തുന്നുണ്ട് എന്ന് നമുക്ക് കരുതാൻ കഴിയുമോ? വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന അതേ രീതിയിലത്തേക്കുള്ള പല മുസ്ലിം വിരുദ്ധ പ്രസ്താവനകളും വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രസ്താവനകളാണ് പൂർണ്ണമായിട്ടും ഈ ഈഴവ വിഭാഗം ചിന്തിക്കുന്നത്, അവരുടെ മനസ്സിൽ അതാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? പക്ഷെ CPM ഇവിടെ ചെയ്യുന്നത് എന്താണ്? അദ്ദേഹത്തിനെ നമ്മൾ പരിപാലിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിനെതിരെ ഒരു കാര്യം കൊണ്ടും ഒരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കാതിരിക്കുമ്പോൾ ആ കമ്മ്യൂണിറ്റി ഒപ്പം നിൽക്കുമെന്ന് പറഞ്ഞ് സത്യത്തിൽ ആ കമ്മ്യൂണിറ്റി അവഹേളിക്കുകയാണ്. അതേ സമയത്ത് തന്നെ BJP-യിലേക്ക് ഈ ഒരു ഒഴുക്കുണ്ട് എന്ന് തോന്നിയപ്പോൾ കേന്ദ്ര BJP ചെയ്തത് എന്താണെന്ന് നമ്മൾ കണ്ടു. പത്മഭൂഷൺ അദ്ദേഹത്തിന് കൊടുത്തു. അപ്പൊ ഈ രണ്ടാൾക്കാരും ശ്രമിക്കുന്നത് ഇതാണ്, ഇദ്ദേഹത്തിനെ സമ്മാനിക്കുന്നതിലൂടെ, അദ്ദേഹത്തിനെ സമ്മാനിതനാക്കുന്നതിലൂടെ ഈ വിഭാഗത്തിനെ കൂടെ നിർത്താം എന്നുള്ളതാണ് ഇവർ നോക്കുന്നത്. അപ്പൊ ന്യൂനപക്ഷം കളിക്കുന്നുണ്ട്, പാർട്ടിയുടെ കോർ ബേസ് ഭൂരിപക്ഷമാണെങ്കിൽ അത് കളിക്കുന്നുണ്ട്. സത്യത്തിൽ വർഗീയത എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റൊരു അജണ്ടയുമില്ല. BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയൊന്നും അല്ല ഇവർ എതിർക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഇവിടെ മൈനോറിറ്റി പൊളിറ്റിക്സ് കളിക്കേണ്ട സമയത്ത് അത് കളിക്കുന്നു, മെജോറിറ്റി പൊളിറ്റിക്സ് കളിക്കേണ്ടുന്ന സമയത്ത് അത് കളിക്കുന്നു. പക്ഷേ ഇവിടുത്തെ ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ള കുറേയധികം വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളൊന്നും തന്നെ ചർച്ച ചെയ്യുന്നില്ല എന്നതാണ് സർക്കാരിനെ സംബന്ധിച്ച് അത് ചർച്ചയാകാത്തത്
അതൊഴിച്ച് മറ്റെന്ത് ചർച്ചയായാലും അവർക്ക് അനുകൂല സാഹചര്യം സൃഷ്ടിക്കുമെന്ന ബോധ്യവുമുണ്ട്. ശ്രീ വി ആർ അനൂപ്, ആ ചോദ്യത്തിന് മറുപടി പറയേണ്ടത് താങ്കളാണ്. ഞാൻ കഴിഞ്ഞ ഒരു ചർച്ചയിലും ചൂണ്ടിക്കാട്ടിയതാണ്, ന്യൂസ് 18 നടത്തിയ ഒരു സർവേയിൽ ജനങ്ങൾ നിങ്ങളെ സംബന്ധിച്ച് കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് എന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞിരിക്കുന്നത് വിലക്കയറ്റം എന്നതാണ്. 19.7% പേരാണ് വിലക്കയറ്റം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. തൊഴിലില്ലായ്മ 15.6% പേർ, 14% പേർ അഴിമതി എന്ന് പറയുന്നു. ഈ സർക്കാർ പറയുന്നത് ഞങ്ങൾക്കെതിരെ ഒരു അഴിമതി കൃത്യമായി ഉയർത്താൻ കോൺഗ്രസിന് ഇല്ലെന്നാണ്. ശരിയാണ്, മറ്റേതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ ഉയർന്ന കേട്ട പോലെ ഒരു അഴിമതി ഉന്നയിക്കാൻ നിങ്ങൾക്കാകുന്നില്ല. അവിടെ നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന വിഷയങ്ങൾ തൊഴിലില്ലായ്മയും വിലക്കയറ്റവും അതുപോലെ ജനങ്ങൾ നേരിട്ട് അനുഭവിക്കുന്ന വിഷയങ്ങളാണ്. അത് പറയാതെ BJP ബാന്ധവത്തിൽ മാത്രം ശ്രദ്ധ തിരിച്ച് ഇനിയുള്ള ദിവസങ്ങളും അങ്ങ് കളയാം എന്നതാണോ UDF ഉദ്ദേശിക്കുന്നത്? ഒരിക്കലുമില്ല. അങ്ങ് വളരെ തുടക്കം മുതലേ ചോദിച്ച ചോദ്യം ഇപ്പോഴും ആവർത്തിക്കുകയാണ്. ഞങ്ങൾ ഈ ഒരു വിഷയം ഉയർത്തുമ്പോൾ അതിന്റെ അർത്ഥം മറ്റ് സജീവമായ വിഷയങ്ങളോട് ഞങ്ങൾ പ്രതികരിക്കുന്നില്ല എന്നല്ല. അത് വളരെ തുടക്കം മുതലേ ഞങ്ങൾ ഈ 10 വർഷങ്ങളെ കൃത്യമായി ഓഡിറ്റ് ചെയ്ത് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത് അവതരിപ്പിക്കുക മാത്രമല്ല, അതിനുള്ള കോൺഗ്രസിന്റെ ബദലും അവതരിപ്പിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ 5 ദിന പരിപാടി കൃത്യമായി വളരെ പോസിറ്റീവായ ഒരു രാഷ്ട്രീയം പറയുകയും എങ്ങനെയാണ് 10 വർഷങ്ങൾ പാഴായി പോയതെന്ന് പറയുകയും എങ്ങനെയാണ് ജനജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും അത് ബാധിച്ചതെന്ന് പറയുകയും വളരെ കൃത്യമായി അത്തരം കാര്യങ്ങൾ അക്കമിട്ട് നിരത്തിയ കൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ഐക്യജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ പറയുന്ന സംഘപരിവാർ ഭരിക്കുന്ന സർക്കാരിന്റെ സംഘപരിവാർ വിധേയത്വം എന്ന് പറയുന്നത്. അത് അപ്രധാന വിഷയമാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല. അത് കേവലം ഒരു രാഷ്ട്രീയ അഡ്ജസ്റ്റ്മെന്റ്, ഒരു പൊളിറ്റിക്കലായ അൺഹോളി അലയൻസ് അല്ലെങ്കിൽ നെക്സസ് എന്നതിലുപരിയായി കേരളത്തിന്റെ ജനജീവിതത്തെ തന്നെ ബാധിക്കുന്ന സുപ്രധാനപ്പെട്ട ഒരു വിഷയമാണെന്നേ. ജനങ്ങളെ വിഭജിക്കാനുള്ള വലിയ പരിശ്രമങ്ങൾ ഇവിടെ നടക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആളുകളുടെ പ്രസ്താവന വെറുപ്പിനെ ഒരു സമർത്ഥമായി ഉപയോഗിക്കുന്ന ഒരു രാഷ്ട്രീയ തന്ത്രം. സത്യത്തിൽ സംഘപരിവാറിന്റെ അജണ്ട സംസ്ഥാനത്ത് LDF നടപ്പിലാകുമ്പോൾ അതിനകത്ത് കൃത്യമായി കേരളത്തിന്റെ സോഷ്യൽ ഫാബ്രിക്കിനെ, കേരളത്തിന്റെ സാമൂഹിക ശരീരത്തെ, കേരളത്തിന്റെ സാമൂഹിക സ്വസ്ഥതയെ ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ മുന്നണി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് എങ്ങനെയാണ് പറയാൻ കഴിയാതിരിക്കുക? നിങ്ങൾ വിലക്കയറ്റത്തെ കുറിച്ച് അനൂപ് തുടർന്നോളൂ. തുടർന്നോളൂ, കേൾക്കാം. ശരി, സാങ്കേതിക പ്രശ്നമുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ശ്രീ ഡോക്ടർ ഗോപകുമാർ, നോക്കൂ, ഇവിടെ ഇപ്പോൾ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണുള്ളത്. നേരത്തെ അനൂപ് പറഞ്ഞു തുടങ്ങിയത് 5 ഇന പദ്ധതികൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്നത് സ്ത്രീകളെ ലക്ഷ്യമിട്ട്, സ്ത്രീ വോട്ടർമാരെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കുന്നുണ്ട്. സൗജന്യ യാത്ര, പെൻഷൻ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ ഇത്തരം പ്രഖ്യാപനങ്ങൾ UDFന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ ജനങ്ങൾ അത് വിശ്വസിക്കുമോ ഇല്ലയോ എന്നൊരു ചോദ്യമുണ്ട്. നമുക്കറിയാം, മുഖ്യമന്ത്രി വാർത്താ സമ്മേളനങ്ങൾ നടത്തി തന്നെ ബജറ്റിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അപ്പോൾ വെൽഫെയർ ചെയ്യാൻ പറ്റുന്നത്, പ്രഖ്യാപിക്കാൻ പറ്റുന്നത്, നടപ്പാക്കാൻ പറ്റുന്നത് ഞങ്ങൾക്കാണ് എന്ന ഒരു ബോധ്യം LDFനെ സംബന്ധിച്ചുണ്ട്. അപ്പോൾ UDFനെ സംബന്ധിച്ച് അത് ചർച്ച ചെയ്താൽ എത്രമാത്രം ഗുണകരമാകും എന്നൊരു സംശയം കൂടി ഈ വിധത്തിൽ കേരളത്തിനെ സ്വാധീനിക്കുന്ന മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിന് ഒരു കാരണമാകുന്നുണ്ടോ? അല്ല, വാസ്തവത്തിൽ ആശയപരമായ കാര്യങ്ങൾക്ക് സംഘടന ഉണ്ടാകട്ടെ, അതുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകട്ടെ. ഇപ്പോൾ ഉദാഹരണമായിട്ട് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പറഞ്ഞു, വിലക്കയറ്റം നിയന്ത്രിക്കാനുള്ള മറ്റൊരുപാട് നടപടികൾ, ക്ഷേമ പദ്ധതികൾ പറഞ്ഞു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പാർട്ടിയിൽ UDFനോട് നിൽക്കുന്ന സാമ്പത്തിക മേഖലയിലെ എക്സ്പേർട്സിന് അതിൻ്റെ കാര്യങ്ങൾ പറയാം. മറുവശത്ത് തോമസ് ഐസക് ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് അത് നടപ്പിലാകുമോ ഇല്ലെങ്കിൽ നടപ്പിലാകില്ലെങ്കിൽ എങ്ങനെ പറയാം. കാരണം കിഫ്ബി ആക്രമിച്ചതുപോലെ, കിഫ്ബി എന്ന വിഷയത്തെ വിമർശിച്ചതുപോലെ ഈ ആശയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുക. അത് എത്രയോ ആരോഗ്യപരമാണ്. ഞാൻ പറഞ്ഞ അങ്ങനെയുള്ള കാര്യങ്ങൾ നടപ്പിലാകുമോ നടപ്പിലാകില്ലേ എന്നുള്ളൊരു ചർച്ച തന്നെ വച്ചിരുന്നെങ്കിൽ, അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയായിരുന്നെങ്കിൽ, ഇവിടുത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്,
ഇപ്പോൾ ഇലക്ഷൻ അടുത്ത് നിൽക്കുന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിൽ ഈ ചർച്ച വന്നിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു എന്ന് ഞാൻ കണക്കാക്കുന്നു. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ജനാധിപത്യ പാർലമെൻ്ററി സമ്പ്രദായങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ഇൻഫ്ലേഷൻ, അൺഎംപ്ലോയ്മെൻറ്റ്, സോഷ്യൽ സെക്യൂരിറ്റി, എക്കണോമിക് ഡെവലപ്മെൻറ്റ്. കേരളത്തിനകത്ത് 6 ലക്ഷം കോടി രൂപയുടെ കടമുണ്ടെന്ന് പറയുന്നൊരു പശ്ചാത്തലത്തിൽ ഇതെത്ര പ്രായോഗികമാകും എന്നെങ്കിലും ഒരു ചോദ്യം ചോദിച്ചുകൂടെ? അപ്പോൾ അങ്ങനെയുള്ള മേഖലയിലേക്കുള്ള ആരോഗ്യപരമായ ചർച്ചയിലേക്ക് വരുന്നതിന് പകരം വാസ്തവത്തിൽ ഇമോട്ടീവായിട്ടുള്ള കമ്മ്യൂണലായിട്ടുള്ള ഇഷ്യൂസ് വീണ്ടും വീണ്ടും കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ വർഗീയത പരോക്ഷമായിട്ട് ഉണർത്തുകയല്ലേ ഇവിടെ ചെയ്യുന്നത്? സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചല്ലേ ചർച്ച ചെയ്യേണ്ടത്? തൊഴിലില്ലായ്മയെക്കുറിച്ചല്ലേ ചർച്ച ചെയ്യേണ്ടത്? നിങ്ങളുടെ സർവേ കണ്ട 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ: വിലക്കയറ്റം, തൊഴിലില്ലായ്മ, അതോടൊപ്പം തന്നെ അഴിമതി. ഇത് വളരെ പ്രസക്തമല്ലേ? അഴിമതിക്ക് അതിനോടൊപ്പം ചേർത്താണ് രാഷ്ട്രീയ അഴിമതി എല്ലാ മേഖലകളിലും ചൂണ്ടിക്കാണിക്കാനുണ്ട്. അതൊക്കെയല്ലേ ചർച്ച വരേണ്ടിയിരുന്നത്. ആ ഫോർ ആൻഡ് അഗൻസ്റ്റ് ചർച്ച ചെയ്തിരുന്നെങ്കിൽ ഈ സമയത്ത് എനിക്ക് തോന്നുന്നു ഈ വിഷയം ചർച്ച ചെയ്തതിനേക്കാൾ UDF ഗുണം ചെയ്തതിനെ എന്നുള്ളതാണ്. ആ UDF അത് ടാപ്പ് ചെയ്തില്ല, മറിച്ച് വിഷയം മാറിപ്പോയി എന്നുള്ളത്. അത് താങ്കൾ ചൂണ്ടിക്കാണിച്ച പോലെ LDF പരോക്ഷമായിട്ട് ഗുണം ചെയ്യുന്നൊരു അവസ്ഥയാണ് ഈ ചർച്ചയിൽ കൂടി നടക്കുന്നത്. തീർച്ചയായും ശ്രീജിത്ത്, ഇവിടെ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ 2-3 ദിവസങ്ങൾ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഈ പ്രചരണം നടക്കുന്ന ഘട്ടത്തിലെ ഈ ദിവസങ്ങൾ എടുത്താൽ മുഖ്യമന്ത്രി VD സതീശൻ നേർക്കുനേർ പോരാട്ടം നടക്കുന്നു, ശക്തമായ വാക്പോര് നടക്കുന്നു എന്നൊരു ഫീലിംഗ് ആണ് ഉണ്ടാകുന്നത്. നമ്മൾ കോൺഗ്രസിനെ സംബന്ധിച്ച് പറയുമ്പോൾ അവിടെ ഒരു നേതാക്കളുടെ കൂട്ടമാണ്. ടീം UDF എന്ന് VD സതീശനൊരു ടേം കൊടുത്തിട്ടുണ്ടെങ്കിലും മുഖ്യമന്ത്രിയാകാൻ കച്ചകെട്ടി ഇറങ്ങുന്ന 3-4 നേതാക്കൾ അതിനകത്തുണ്ട്. നേതൃതലത്തിൽ വലിയ ഭിന്നതകളുണ്ട്. ഭരണം കിട്ടിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള വലിയ അടി തുടങ്ങുകയാണ് എന്ന് നിൽക്കുമ്പോൾ അവിടെ VD സതീശന് സ്വയം എമർജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഘടകം, ഒരു സാഹചര്യം ഇതാണോ? അത് മാക്സിമം പ്രയോജനപ്പെടുത്താനാണോ VD സതീശൻ ഈ ഘട്ടത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരേ സമയം ഭരണം പിടിക്കുകയും വേണം, ഞാനാണ് അതിൽ കേമനെന്ന് വരുത്തുകയും വേണം. അതിനുള്ളൊരു സാഹചര്യം ഈ ചർച്ചകൾ, വാക്പോരുകൾ VD സതീശന് നൽകുന്നുണ്ടോ? അല്ലാതെ ആത്യന്തികമായിട്ട് ശ്രീ VD സതീശന് ബെനിഫിറ്റായിട്ട് മാറുമെന്ന് ഞാൻ കരുതുന്നില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രി പബ്ലിഷ് ചെയ്തിരിക്കുന്ന, അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് വഴി പുറത്തുവിട്ടിരിക്കുന്ന ചിത്രം തന്നെയാണ്. നോക്കൂ, ആ ചിത്രം വീടാന്തരം കൊണ്ട് കയറി എവിടെയൊക്കെയാണോ മൈനോറിറ്റി കൺസോളിഡേഷൻ തങ്ങൾക്ക് അനുകൂലമാക്കണമെന്ന് CPM ആഗ്രഹിക്കുന്നത് ആ സ്ഥലങ്ങളിൽ അവർക്ക് പ്രചരിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. നേരെ മറിച്ച് സതീശൻ അല്ല, ആ ഫോട്ടോകൾ കൊണ്ട് ഒരു കാര്യമില്ലെന്നേ. കാരണം എന്താണെന്നറിയോ? ഇപ്പോൾ സതീശൻ പറയുന്നുണ്ട് 1977 പിണറായി വിജയൻ മത്സരിക്കുന്ന സമയത്ത് RSSന്റെ പിന്തുണ അദ്ദേഹത്തിനായിരുന്നില്ലേ? നിങ്ങളുടെ മുന്നണിയുടെ സംയുക്ത സ്ഥാനാർത്ഥിയായിരുന്നില്ലേ KG മാരാർ? KG മാരാർ EMSന് ബാഡ്ജ് കുത്തി കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? അന്ന് മത്സരിച്ച സ്ഥാനാർത്ഥിയുടെ പേര്, ഈ മുന്നണിയുടെ ഭാഗമായി മത്സരിച്ച സ്ഥാനാർത്ഥിയുടെ പേര് പിണറായി വിജയൻ എന്നാണ്, VD സതീശൻ എന്നല്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ രാഷ്ട്രീയ വിദ്യാഭ്യാസമുള്ള എല്ലാവർക്കും മനസ്സിലാകും ആ സ്ഥാനാർത്ഥിയുടെ പേര് VD സതീശൻ എന്നാവാൻ പറ്റില്ല. കാരണം 1977 തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ്. ഇവിടെയുള്ള അതിനു വിരുദ്ധമായി പ്രവർത്തിച്ചിരുന്ന എല്ലാ ചേരിയുടെയും ഒന്നിച്ചുള്ള ഒരു പ്രഖ്യാപനമായിരുന്നു അന്നത്തെ തെരഞ്ഞെടുപ്പ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് അന്ന് സതീശന് മത്സരിക്കാൻ പറ്റുമായിരുന്നു RSSന്റെ പിന്തുണ കൊണ്ട്. ഇവരെല്ലാവരും എന്താ ശ്രമിച്ചത്? ജനതാ പാർട്ടി ഉൾപ്പെടെയുള്ള എല്ലാ ആൾക്കാരും അന്ന് ശ്രമിച്ചിരുന്നത് ഈ കോൺഗ്രസിന്റെ ദുർഭരണം അവസാനിക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരേ ആശയത്തിന്റെ പുറത്താണ് അവർ ഒന്നിച്ചു നിന്നിരുന്നത്. അത് രഹസ്യ ബാന്ധവമൊന്നും അല്ലല്ലോ, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയല്ലേ. അതുകൊണ്ടല്ലേ പരസ്യമായിട്ട് KG മാരാർ EMS നമ്പൂതിരിപ്പാടിന്റെ ബാഡ്ജ് കുത്തി കൊടുക്കുന്നത്. ഇപ്പൊ ഇന്ത്യ സഖ്യം എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിന് പുറത്ത് എല്ലായിടത്തും അവർ മത്സരിക്കുന്നത് പോലെയുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണത്. അപ്പൊ ആ ചിത്രം കൊണ്ടുവന്നിട്ട് BJP ഇപ്പൊ വീടുകളിൽ കൊണ്ടുവന്നിട്ട് രാഹുൽ ഗാന്ധിയും സീതാറാം യെച്ചൂരിയും ഒന്നിച്ച് നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. കാരണം അതവർക്ക് അറിയാവുന്ന കാര്യമാണ്. കേരളത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇത്രത്തോളം രാഷ്ട്രീയ വിദ്യാഭ്യാസമുള്ള ഒരു സ്ഥലത്ത് ആ ചിത്രങ്ങൾ കൊണ്ടൊന്നും ഒരു ഗുണവുമില്ല. മറിച്ച് മറ്റേ ചിത്രം അങ്ങനെയല്ല. കാരണം അവിടെ ഭാരതാംബയുടെ പടമുണ്ട്, തൊട്ടപ്പുറത്ത് ഗോൾവൽക്കറിന്റെ പടമുണ്ട്, അവിടെയാണ് ശ്രീ VD സതീശൻ നിൽക്കുന്നത്. അങ്ങനെയുള്ള ഒരു ചിത്രം കൊണ്ടുവന്നു കഴിഞ്ഞാൽ പറയുന്നതും പ്രവൃത്തിയും രണ്ടാണ് എന്ന രീതിയിലേക്ക് പെട്ടെന്ന് ആൾക്കാരെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ കഴിയുക എന്ന് പറയുന്നത് CPMന് തന്നെയാണ്. പിന്നെ വീണ്ടും ഞാൻ പറയുന്നു, ഇതിൽ സതീശന് RSS ആഭിമുഖ്യമുണ്ടോ, പിണറായി വിജയൻ RSS ആഭിമുഖ്യമുണ്ടോ, ഇതൊന്നും അല്ലല്ലോ ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് മൈനോറിറ്റി കൺസോളിഡേഷൻ ആണ്. ആ വോട്ട് എങ്ങനെ പോകുന്നു, ആ വോട്ടിനെ ഒന്നിച്ച് തങ്ങളിലേക്ക് ഏകീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോരുത്തരും ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത് പറയുന്നത്. അതല്ലായിരുന്നുവെങ്കിൽ ഈ ഒരു വിഷയത്തിന് നമ്മൾ പറയുന്ന മറ്റെല്ലാ വിഷയങ്ങളുടെയും മുകളിലായിട്ടുള്ള ഒരു സ്ഥാനം കിട്ടുമായിരുന്നു. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ എന്തെല്ലാം വിഷയങ്ങൾ ചർച്ച ചെയ്തു? ഏറ്റവും പ്രബലമായിട്ടുള്ള വിഷയം ഏതായിരുന്നു? സ്വർണ്ണക്കൊള്ളയായിരുന്നില്ലേ? അപ്പൊ അന്നുണ്ടായിരുന്ന ആ ഒരു പാരഡി പാട്ട് ഓർമ്മയില്ലേ? കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചിരുന്ന പാട്ട് അതാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇവിടെ പഴയ യുവതീ പ്രവേശ വിഷയത്തിൽ യു ടേൺ എടുത്തതിന് ശേഷം
ഈ വിഷയം അതേപോലെ തന്നെ അവിടെ നിലനിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള പ്രചരണത്തിന്റെ ഭാഗമായിട്ട് അതിനെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലത്തേക്കുള്ള എന്തെങ്കിലും ഇൻവോൾവ്മെന്റ് നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല. അപ്പൊ അതിനെ കേവലം ഒരു പ്രാദേശിക വിഷയമായിട്ട് റാന്നിയിൽ മാത്രം ആൾക്കാർ ചർച്ച ചെയ്താൽ മതി എന്നാണോ പറയുന്നത്? അങ്ങനെയല്ല വേണ്ടത്. അപ്പൊ അങ്ങനെ ഈ വിശ്വാസികളായിട്ടുള്ള ആൾക്കാരും സ്ത്രീകളും യുവാക്കളും തൊഴിലില്ലാത്തവരും ഇങ്ങനെ നിരവധി ആൾക്കാർ ചേരുന്ന ഒരു സമൂഹത്തിനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പൊ അത് കേവലം കമ്മ്യൂണലായിട്ട് മാത്രം നോക്കിയിട്ട് ഒരു പോളറൈസേഷൻ എന്നുള്ളതിനപ്പുറത്തേക്ക് ഓരോരുത്തരുടെയും താല്പര്യം എന്താണ്? എന്തിന് ഭരണം മാറണം? ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് വളരെ ലളിതമായിട്ടുള്ള ഒരു ചോദ്യമാണ്. കോൺഗ്രസിന്റെ ആൾക്കാർ വീട്ടിൽ വന്നിട്ട് വോട്ട് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തിനാണ് ഞങ്ങൾ നിങ്ങൾക്ക് വോട്ട് തരേണ്ടത് എന്ന് ഒരു വീട്ടുകാർ ചോദിച്ചു കഴിഞ്ഞാൽ മറ്റവർ RSSുമായിട്ട് ബന്ധമാണ് എന്ന് പറഞ്ഞിട്ടാണോ വോട്ട് പിടിക്കേണ്ടത്? ഇന്ന കാരണങ്ങളുണ്ട് എന്ന് പറയണ്ടേ? അതല്ലേ മൊത്തത്തിൽ സംസാരിക്കണ്ടേ? ഇന്ന് ഈ ഒരു ചർച്ചയുടെ തീം പോലും കോൺഗ്രസ് മറ്റു ചില വിഷയങ്ങൾ ഉന്നയിച്ചിരുന്നെങ്കിൽ അതാകുമായിരുന്നു. ആ അഡ്വാൻറ്റേജും എയർലി ബെനിഫിറ്റും കോൺഗ്രസ് തന്നെ കളഞ്ഞു കുളിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ശരി, എന്തായാലും ഈ ചിത്രങ്ങളാണോ ഇനി അങ്ങോട്ട് തെരഞ്ഞെടുപ്പിന് ബാക്കി നിൽക്കുന്ന പ്രചരണ ദിവസങ്ങളിലും ചർച്ചയാവുക എന്നത് അറിയാൻ നമുക്ക് കാത്തിരിക്കാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. നമ്മൾ ഇന്ന് പ്രേക്ഷകരോട് ചോദിച്ച ചോദ്യം, വോട്ടെടുപ്പ് അടുക്കുമ്പോൾ മുഖ്യ ചർച്ച BJP ബന്ധമോ എന്നതാണ്. അതേ എന്ന് പറയുന്നു 77% പേർ, അല്ല എന്ന് പറയുന്നത് 18% പേർ മാത്രം. നിഷ്പക്ഷമായി അഭിപ്രായം രേഖപ്പെടുത്തിയത് 5% പേർ. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു.